ഏണിംഗ് എന്നാട്ടോ. ഗുഡ് ടു മോർ ഏണിംഗ് എന്നാണ് എപ്പോഴും നമ്മൾ ഇതിൽ പറയാം. ഓക്കെ, അപ്പോൾ പുതിയ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവാം. പിന്നെ എന്താ എപ്പോഴും ഈ നമ്മുടെ മീറ്റിംഗിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത്? ഗുഡ് ടു മോർ ഏണിംഗ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം എനിക്ക് ഒരാഴ്ച ആവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇവിടെ വരുന്നത് ഈ ചെറിയ പ്ലാനിലൂടെ. എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുരേഷാണ്. ദുബായിൽ ഒരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം 20 വർഷത്തോളമായൊരു പിന്നെ ദുബായിലാണ്. നാട്ടില് വർക്ക് ചെയ്തിരുന്നു, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. വൈഫ് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഫുൾ ടൈം ആയിട്ട് ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അശ്വിനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇതിന്റെ സാധ്യതകൾ എന്ന് പറയുന്നത്, എനിക്ക് ഒരാള് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ആയത്. പക്ഷെ എനിക്ക് ആ പറയുമ്പോഴൊന്നും അതിന്റെ വാല്യൂ മനസ്സിലായില്ല. ഇതിൽ വന്ന് അസോസിയേറ്റ് ആയിട്ട് ഒരുപാട് പിന്നെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് ഒരുപാട് ആളിലോട്ട് അവസരങ്ങൾ എത്തിച്ച് അവർക്ക് ഒരുപാട് പിന്നെ ബിസിനസിന്റെ പിന്നെ അവസരങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്, അതുപോലെ അവർക്ക് വരുന്ന ഇൻകം, ഇതൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെയും കൂടി എന്താ പറയുക, നമുക്കൊരു എനർജി വന്നു ബിസിനസ്സിലോട്ട് കൂടുതൽ നമ്മുടെ ചെയ്യാനുള്ളത്. ഓക്കെ, അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് വളരെ അധികം സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മുടെ ഈ ബിസിനസ്സിൽ പറ്റുന്ന ആൾക്കാരൊക്കെ, പുതിയ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ നോക്കുമ്പോഴും 5000-ൽ കൂടുതൽ ആൾക്കാർ നമ്മുടെ ഓർഗനൈസേഷനിൽ അസോസിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോ സ്ഥലത്തും ഓരോ മീറ്റിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെച്ചിട്ട്. നമ്മൾ പോലും അറിയാത്ത കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും അതൊരു ഓർഗനൈസേഷനിൽ നടക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ പുതിയ ആൾക്കാർ ഇല്ല, പഴയ ആൾക്കാർ തന്നെയാണ്, പ്ലാൻ കേട്ടവരാണ്. എന്നാലും നമ്മുടെ ഡെയിലി ചെയ്യുന്ന പ്ലാൻ പ്രസന്റേഷൻ നമ്മൾക്ക് ഒരു സ്ക്രീനിന്റെ സഹായത്തോടെ സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം നമ്മൾ പഴയ ആൾക്കാരായാലും പലപ്പോഴും പറ്റുന്നത് വെച്ചാൽ നമ്മൾ പഴയ ആൾക്കാരാണ്, ഇത്രയും മാസം പ്ലാൻ കേട്ടിട്ട് ഇനിയും എങ്ങനെയാണ് ഞാൻ ഡൗട്ട് ചോദിക്കുക എന്നുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും. അത് ഒരു കുഴപ്പമില്ല, നമുക്ക് ഡൗട്ട് ചോദിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ കൂടെ വന്നവർക്ക് പഠിക്കാൻ സഹായകമാകും. അതുകൂടാതെ തന്നെ നമ്മൾക്ക് അറിവുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റും. നമുക്കറിയാലോ, ഇവിടെ പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ ഒരുപാട് കാശ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടല്ല. നമ്മൾ നോളജ് ആണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ നോളജ് കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? സുരേഷേട്ടാ, എല്ലാവരും പ്ലാൻ കേട്ടവരാണ്. അതുകൊണ്ട് പ്ലാന് വേണ്ട. അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്കുള്ള എല്ലാം പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാർ. അപ്പൊ അവർക്ക് അതെ, നെക്സ്റ്റ് ലെവൽ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്യാം. അതെ അതെ, അതാ ബെറ്റർ. ഓക്കെ, അങ്ങനെ ചെയ്യാം. അശ്വിനി സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിന്യൂ ചെയ്യണോ? ഇല്ല, നിങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ സുരേഖ മാഡായിരുന്നു ബിസിനസ്സിൽ പ്ലാൻ പ്രസന്റേഷൻ എടുത്തത്. അശ്വിനി വളരെ കുറച്ച് സമയമായിട്ടുള്ള സുരേഖ മാഡം പ്രസന്റേഷൻ ബിസിനസ്സിലോട്ട് വന്നിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രസന്റേഷൻ ആയിരുന്നു, അശ്വിനി പറഞ്ഞിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഞാൻ ഏകദേശം 1 വർഷം കഴിഞ്ഞ് എനിക്കൊന്ന് 1.5 വർഷമായി കാണുന്നു ഞാൻ പ്രസന്റേഷൻ എടുക്കുമ്പോൾ. എനിക്കൊന്ന് മാഡം വന്നിട്ട് ആകെ 2 മാസം അത്രേ ആവുന്നുള്ളൂ, 2-3 മാസം ആവുന്നുള്ളൂ. അപ്പോ ഇതാണ് ഡിഫറെന്റ് എന്ന് പറയുന്നത്. ഞാൻ ആ സമയത്ത് ജോയിൻ ചെയ്ത സമയത്ത് എനിക്കാണെങ്കിൽ നമുക്ക് സാർ ഇന്നേക്ക് 2 മാസമായി. 2 മാസമായുള്ളൂ അല്ലേ? അപ്പോ അവിടുത്തെ ഡിഫറെന്റ് 2 മാസം 14-ാം തീയതി അല്ലേ ഇന്ന്? അതെ അതെ, നമ്മുടെ നേരത്തെ ബിസിനസ് മൂവ് ആയതിന്റെ ഫാസ്റ്റും ഇപ്പൊ മൂവ് ആവുന്ന ഫാസ്റ്റും മനസ്സിലായില്ല ഇവിടെ തന്നെ. ഞാനൊക്കെ ആണെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ പ്ലാൻ എടുക്കും. ഞാൻ പിന്നെ ഉള്ള കാര്യങ്ങളുള്ള അതേപോലെ പറയുള്ളൂ. കാരണം 1.5 വർഷം കഴിഞ്ഞു തോന്നുന്നു എടുക്കുമ്പോൾ, പ്ലാൻ എടുക്കുമ്പോൾ 1 വർഷം 1.5 വർഷം കേട്ടോ. അപ്പൊ എനിക്ക് ആ രീതിയിലുള്ള ട്രെയിനിങ് അവിടെ കിട്ടിയിരുന്നുള്ളൂ, ഫാസ്റ്റ് ആയിട്ടില്ലേ. അതിനുശേഷം ഒരുപാട് പഠിച്ച് ട്രെയിനിങ് കിട്ടിയതിന് ശേഷം ഇപ്പോൾ ഫാസ്റ്റായി പഠിച്ചത് കൊണ്ട് ഞാൻ വൈഫും ഒക്കെ വന്നവരെ എല്ലാവരും ലീഡർഷിപ്പിലോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഇപ്പോൾ സുലേഖ മേഡം 2 മാസം കൊണ്ട് ലീഡർഷിപ്പിലോട്ട് എത്തി. ഇപ്പൊ ഞങ്ങൾ ബിസിനസ്സിൽ ഇപ്പോൾ ഒരു 5-6 മാസം ഇതിൽ 1-2 വർഷം കഴിഞ്ഞ് ഇപ്പോൾ സുലേഖ മാഡവും ചിലപ്പോൾ ഇതുപോലത്തെ ചിലപ്പോൾ ഷുറായിട്ട് ഇതുപോലത്തെ വേറെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. സുലേഖ മേഡം മാത്രമല്ല, ഇവിടെ ഇല്ല എല്ലാവരും, മിനി മേഡം ആയിക്കോട്ടെ, ജംഷീന, അക്ഷയ, ഗായത്രി, ജിനു, എല്ലാവർക്കും അതുപോലെ ഓർഗനൈസേഷൻ ഇതുപോലെ മീറ്റിംഗ് ഓരോ സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ എന്റെ ഓർഗനൈസേഷൻ ഭീമ മേഡത്തിന്റെ അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, ഷംന മേഡത്തിന്റെ നടക്കുന്നുണ്ട് ഓരോ സ്ഥലത്തായിട്ട്. അപ്പൊ അങ്ങനെ ഷാജി സാർ വേറെ
ഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ നീതു മാഡത്തിന്റെ ഓർഗനൈസേഷൻ. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നടക്കുന്നത്. എനിക്ക് പോലും അറിയുന്നില്ല അവരെന്താ ചെയ്യുന്നതെന്ന്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ആയിരിക്കാം. പക്ഷെ നമ്മൾ അതുപോലെ ക്ഷമയോടെ ഇരുന്നു കൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഇതിന് നമുക്ക് ക്ഷമയാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു എക്സ്പയർ ആയതെന്ന് വെച്ചാല് ഇന്നൊരു പോസ്റ്റ് കണ്ടായിരുന്നു. ഒരു മുളയുടെ ആരോ ക്യാമറ ചെയ്തതാണ്. ഒരു പിന്നെ മുള വർഷങ്ങളോളം വളരത്തില്ല, പിന്നെയാണ് അതിന് ഇലകളൊക്കെ വരുന്നത് എന്നുള്ളത്. ഓക്കെ, റിയാലിറ്റി എനിക്ക് പിന്നെ കണ്ടിട്ടില്ല, ചിലപ്പോൾ ആയിരിക്കും അങ്ങനെ. അപ്പൊ അതിന് വേരുകൾ ഫസ്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് മുളകൾ. അതുകൊണ്ടാണ് ആ വേരുകൾ വന്നതിന് ശേഷം പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് വളരുന്നു മുളകൾ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളും കുറച്ച് സമയം നമ്മൾക്ക് ഈ നമ്മുടെ സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി ടൈം എടുക്കും, അല്ലേ? പലപ്പോഴും പിന്നെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ വർഷങ്ങൾ നിൽക്കുമ്പോൾ കുറച്ച് വർക്ക് ഒരാഴ്ച വർക്ക് ചെയ്തിട്ട് ഒരു ദിവസം വേറെ എന്തെങ്കിലും മാറിപ്പോയി കഴിഞ്ഞാൽ എന്തിനാ വേണോ വേണ്ടേ എന്നുള്ളത് തോന്നും, ബാക്ക് പോകും. അപ്പൊ ഞാൻ എൻ്റെ അപ്ലൈൻറ്റ് ചെയ്ത് സംസാരിക്കുക, ഇങ്ങനെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കും, ശരിയാവും. ഇത് എനിക്കല്ല, ഇപ്പൊ എത്ര വലിയ ലീഡേഴ്സിനും അത് വരും. ഇപ്പൊ ജോയിൻ ചെയ്ത ആൾക്കാർക്കും വേണോ വേണ്ടേ എന്നുള്ളൊരു മൈൻഡ് ചിലപ്പോൾ വരാറുണ്ട്. അപ്പൊ അത് നമ്മൾക്ക് പ്രത്യേകം അത് മൈൻഡ് ആക്കണ്ട. അത് നമ്മുടെ എല്ലാവരും മനുഷ്യന്മാർക്കുള്ളൊരു ഇതാണ്, കോമൺ ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് കേട്ടോ. അത് നമ്മുടെ മൈൻഡ് അങ്ങനെ ഓട്ടോമാറ്റിക് വരും. കുറെ ആൾക്കാരോട് പറഞ്ഞ നോ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു മൈൻഡ് വേണ്ട ആയിരുന്നു എന്ന് തോന്നും. പക്ഷെ നമ്മളത് ഒരിക്കലും മൈൻഡ് ആക്കാതെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. അതുല് പുതിയ ആളാണോ? അതുല് നമ്മുടെ പ്ലാൻ എടുത്തിട്ടില്ല, പുതിയ ആൾക്കാർ ആരും ഇല്ലാത്തതുകൊണ്ട്. അതുലൊന്ന് സംസാരിക്കാമോ? ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്ത ആളാണോ? മിനി മേഡം ഇൻവൈറ്റ് ചെയ്തായിരുന്നോ അതുലിനെ? സുലേഖ മേഡം, അക്ഷയ? ഇല്ല അല്ലേ? പേര് അറിയുന്നില്ല, പേര് തന്നിട്ടില്ലല്ലോ, നമുക്ക് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, നോ പ്രോബ്ലം. അതുലൊന്ന് സംസാരിക്കാം, അൺമ്യൂട്ട് ചെയ്ത് പറയാം. അൺമ്യൂട്ട് ചെയ്യാമോ? അതിൽ പുതിയ ആളാണെങ്കിൽ പ്ലാൻ പ്രസന്റേഷൻ എടുക്കാം, അല്ലെങ്കിൽ പഴയ ആൾക്കാർക്ക് ഞാൻ ജസ്റ്റ് സംസാരിക്കാണ് ചെയ്യുന്നത്. അതിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാമോ? അതുൽ മോഹൻ. അതെ, അൺമ്യൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് സംസാരിക്കാം. നിങ്ങൾ പ്ലാൻ തന്നെ എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ബിസിനസ് എങ്ങനെ ചെയ്യുന്നതെന്ന്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ സംസാരിച്ചതിനെ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് പഴയ നമ്മുടെ ലീഡേഴ്സിനോടാണ്. ഓക്കെ, അതിൽ എക്സിറ്റ് ആയിട്ടുണ്ട്. നെറ്റ് ഇഷ്യൂ ആണെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ ബിസിനസിന്റെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു വന്നത് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് ബ്രേക്കപ്പ് വരാനുള്ള ചാൻസ് ആണ് ഞാൻ ജസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അതിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ആൾക്കാരൊക്കെ നോ പറയുമ്പോൾ നമ്മൾ എന്താ നെഗറ്റിവിറ്റി വരും. ഇപ്പൊ ഒരു 100 ആളോട് പറഞ്ഞു 100 ആൾ നോ പറഞ്ഞാലും എനിക്ക് മൈൻഡിൽ ഇപ്പൊ ഒരു എഫക്റ്റും ഇല്ല. ഓക്കെ, എനിക്ക് എന്റെ ഓഫീസിലൊക്കെ എനിക്ക് പ്രശ്നം അതായിരുന്നു. എന്തെങ്കിലും ആൾക്കാർ ജസ്റ്റ് എന്തെങ്കിലും എന്നോട് എതിർത്ത് നോ എന്തെങ്കിലും പറയുമ്പോൾ ഭയങ്കര വിഷമം വരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ വെസ്റ്റിയിൽ വന്നിട്ട് ഒരുപാട് നോ കേട്ടത് കൊണ്ട് എനിക്ക് എവിടെ ഇപ്പൊ അങ്ങനത്തെ ഒരു എഫക്റ്റ് വരുന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ അത് എത്ര ആൾക്കാർക്ക് എൻക്വയറി കൊടുത്തിട്ട് നോ പറഞ്ഞാലും നോ പ്രോബ്ലം. നിങ്ങൾ ആദ്യം തന്നെ നോ പറഞ്ഞിട്ട് പോയത് വളരെ പിന്നെ എന്റെ വളരെ നല്ല ഭാഗ്യം എന്നേ പറയുള്ളൂ. കാരണം അവർ കുറച്ചൊരു 2 മാസം മുന്നേ എന്റെ ഐഡിയ ഒക്കെ എടുത്ത് കുറെ ടൈം കളഞ്ഞ് പോകുന്നതിനേക്കാളും ആദ്യം നോക്കെ നമുക്ക് പറ്റിയതല്ല ബിസിനസ് എന്ന് പറഞ്ഞു പോയതുകൊണ്ട് നന്നായി. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ ഈ ബിസിനസ്സിൽ ഇവിടെ ഇല്ല മീറ്റിംഗിലുള്ള ആൾക്കാർ അത്ര സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഈ ബിസിനസ് കൊണ്ടേ പോവുള്ളൂ. കാരണം ഇപ്പൊ ഞാനും 20 വർഷമായിട്ട് പിന്നെ ഗൾഫിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നാട്ടിൽ പോയാൽ ഒന്നിനെ തുടങ്ങണം. ഇപ്പോൾ ഇവിടെ മിക്ക ആൾക്കാരും നമ്മൾ ഓരോ ഫീൽഡ് വർക്ക് ചെയ്തവരൊക്കെ ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുക, സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ഒരു കുട്ടിയെ പോലെ ഒന്നിനെ തുടങ്ങണം വരുമാനത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഇത് ഇവിടെ ബിസിനസ് എനിക്ക് ഇത്രയും കോൺഫിഡൻസ് നമുക്ക് എനിക്ക് ഇപ്പോഴും ഏത് സമയത്ത് നാട്ടിൽ പോയാലും ഓക്കെ ആണെന്നുള്ള കോൺഫിഡൻസ് വരാൻ കാരണം നിങ്ങളെ പോലെ ഒരുപാട് ആൾക്കാർ എനിക്ക് നമുക്ക് നാട്ടിൽ കിട്ടി. കാരണം നിങ്ങളുടെയൊക്കെ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യും കൂടെ ഇരുന്നുകൊണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ബിസിനസ് അവിടെ ഡെവലപ്പ് ആയിരിക്കുന്നത് നമുക്ക് ഏത് സമയത്തോടെ സേഫ് ആണ്. മനസ്സിലായില്ലേ? ഇതുപോലെ നിങ്ങൾ ഓരോ ആൾക്കാരും സേഫായ മാത്രമാണ് നമ്മളെ കൂടെ നിങ്ങൾ നിൽക്കുള്ളൂ. അതിനുവേണ്ടി നമ്മൾ തീർച്ചയായിട്ടും കൂടെ തന്നെ വർക്ക് ചെയ്യും. കൂടെ വർക്ക് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് പഴയ ആൾക്കാരും പിന്നെ സാറ് കൂടെ നേരത്തെ ആൾക്കാർ പറയും സാറ് കൂടെ നിൽക്കാന്ന് പറഞ്ഞിരുന്നു, എനിക്കൊരാളും ടീമായിട്ടില്ല. അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇപ്പൊ നമ്മളിപ്പോ ബിസിനസ് ചെയ്യുമ്പോൾ ഇതുപോലെ ട്രെയിനിങ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യും, ട്രെയിനിങ് തരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടിന്റെ ക്ലിയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ താഴെ വന്ന ആൾക്കാരെ നമ്മൾ ഇരുത്തിയിട്ട് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ്. അല്ലാതെ ഇപ്പോൾ
ഒരു 5 ആളെ നമ്മൾ ഒരാൾക്ക് ഇട്ട് കൊടുക്കുക, ഒരു 10 ആളെ ഇട്ട് കൊടുക്കുക, അതല്ല കേട്ടോ നമ്മൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. അത് ഒരു ലീഡർക്കും ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഞാൻ എവിടെ നിന്ന് കൊണ്ടുവന്ന് 2 5 ഇട്ട് കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യത്തില്ല. അവർ എന്നെ മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. നമ്മൾ കൊണ്ടുവരുന്ന ആളായിരിക്കും നമ്മളെ കൂടെ വർക്ക് ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആൾക്കാരെ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. ആൾക്കാരെ കൊണ്ടുവരുന്നതല്ല, നമ്മുടെ നോളജ് കൂട്ടുമ്പോൾ. ഇപ്പൊ സുലേഖ മേഡം എന്തിനാ പ്ലാൻ പെർസെന്റ് സ്റ്റാർട്ട് ചെയ്തത്? അവർക്ക് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തിനാ പഠിക്കുന്നത്? അവർക്ക് ഇതുപോലൊരു ഓർഗനൈസേഷൻ കുറച്ച് കഴിയുമ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവര് ഇപ്പൊ സുലേഖ മാഡം പ്ലാൻ എടുക്കുമ്പോൾ സുലേഖ മാഡത്തിന് ഇപ്പൊ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ മാഡം തന്നെയാണല്ലോ പ്ലാൻ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ജോയിൻ ചെയ്യാം, മാഡത്തിന്റെ കൂടെ നമുക്ക് വിജയിക്കാൻ പറ്റുമല്ലോ. ആ ഒരു ചിന്ത ആൾക്കാരോട് വരും. മനസ്സിലായില്ലേ? ഇപ്പൊ പ്ലാൻ എടുക്കാത്തവരുടെ കൂടെ ആള് വരില്ല എന്നല്ല, നമ്മുടെ ഈ പ്ലാന് ഫുൾ ടൈം ചെയ്യും കേട്ടോ, എല്ലായിടത്തും. ഇൻ കേസ് ഈ ടൈം ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഓർഗനൈസേഷൻ പ്ലാൻ നടക്കുന്നത് അവിടെ നമുക്ക് അറ്റൻഡ് ചെയ്യാം. അതൊന്നും ഇഷ്യൂ അല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ പ്രത്യേകത. ആരാണ് മുന്നിട്ട് വരുന്നത്? ഇപ്പൊ ഇതില് എല്ലാരും പിന്നെ സ്വന്തമായിട്ട് കയറിയ ആൾക്കാരാന്ന് തോന്നുന്നു അല്ലെ? നമ്മുടെ മീറ്റിങ്ങിന് നമ്മുടെ അപ്ലൈൻ വിളിച്ചിട്ടാണോ നമ്മൾ മീറ്റിംഗിൽ കയറുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നമ്മുടെ സ്വന്തം ബിസിനസ് അല്ല, അപ്ലൈന്റെ മീറ്റിംഗ് തന്നെയാണ് ബിസിനസ് ആയി മാറും. എല്ലാ അപ്ലൈൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ബിസിനസ് അപ്ലൈൻ്റെ ആയിട്ട് മാറും. ബിസിനസ്സാണ്. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം. അപ്ലൈന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഐഡിയ എടുക്കാനും KYC ചെയ്യാനും പർച്ചേസ് ചെയ്യാനും അല്ല കേട്ടോ അപ്ലൈന് യൂട്ടിലൈസ് ചെയ്താൽ നമ്മൾ നോളജ്, അറിവ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇന്നത് ഇത് കൂട്ടി ഇത് പിന്നെ എന്താ പറയാ, നമുക്ക് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും അതിന് നോളജ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എല്ലാവരും പഠിക്കണം. അത് മസ്റ്റാണ്. ഒരു ബുക്കിൽ എഴുതി വെക്കുക ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട്. എന്നാൽ ഒരു തവിടെണ്ണയുടെ സെഷൻ, ഒരു തവിടെണ്ണ മാത്രം 500 രൂപയുടെ അതിന്റെ സെഷൻ കണ്ട് 1 മണിക്കൂർ എടുത്ത്, 1 മണിക്കൂറിലധികമാണ് നമ്മുടെ മിറാക്കിൾ മോർണിംഗിൽ എടുത്തത്. അപ്പൊ മിക്ക ആൾക്കാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? അപ്പോൾ ശരിക്കും നമ്മൾ 450ഓളം പ്രൊഡക്റ്റ് ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് വെച്ച് മാത്രം നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ സോപ്പ് പിന്നെ ചില കമ്പനികളുണ്ട്, ഒരു സോപ്പ് മാത്രമായിരിക്കും അവർക്ക് ഉണ്ടാവും കമ്പനിക്ക്. അത് വെച്ചുകൊണ്ട് അവർ വളരെ വലിയ രീതിയിലോട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? നിങ്ങളിപ്പോൾ 450 പ്രൊഡക്റ്റ് പിന്നെ ഫോക്കസ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ ചിലപ്പോൾ 1-2 പ്രൊഡക്റ്റ് ഫോക്കസ് ചെയ്ത് നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയ്ക്കും സാധ്യതയുള്ള ബിസിനസ്സാണ്. നമുക്ക് ഈ ബിസിനസ്സിൽ നമുക്കറിയാം 2 തരത്തിൽ ഇൻകം ഉണ്ട്. നമ്മൾ 2 തരത്തിൽ ഇൻകം നേടിയെടുക്കാൻ ശ്രമിക്കണം. ഒന്ന് ആക്റ്റീവ് ഇൻകം, ഒന്ന് പാസീവ് ഇൻകം. ഓക്കെ, ആക്റ്റീവ് ഇൻകം എന്ന് അറിയാലോ, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് മാത്രം ഇൻകം കിട്ടുള്ളൂ, അതിന് ആക്റ്റീവ് ഇൻകം. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്ത് ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ വരുമാനം വരും. അതായത് നമ്മുടെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്താൽ ആ വരുമാനം വന്നുകൊണ്ടിരിക്കും. ഞാൻ രണ്ടും പറഞ്ഞുതരാം. ആക്റ്റീവ് ആകുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും. അതായത് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഓരോ ആൾക്കാരും, എക്സാമ്പിൾ നമ്മൾ കുറച്ച്, എനിക്കൊരു കസ്റ്റമർ ഉണ്ട്, അടുത്തൊരു 10 കസ്റ്റമർക്ക് ഞാൻ ഒരു പേസ്റ്റോ 1 പ്രാവശ്യം കൊടുത്തു. അവർ പിന്നെ വീണ്ടും എന്നോട് ചോദിച്ചു വരും. സെയിലൊന്നും ചെയ്യില്ല, കൊണ്ട് നടക്കൊന്നുമില്ല. ആരും ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കും, പൈസ വേണം. അതൊരു കസ്റ്റമറാണ് അവിടെ. അപ്പോൾ എൻ്റെ ആക്റ്റീവ് ഇൻകം ആയില്ലേ, എനിക്ക് ഡെയിലി ചെലവിൻ്റെ പൈസ ഇതായി. പിന്നെ പാസീവ് ഇൻകം, നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്, നെറ്റ്വർക്ക് ക്രിയേഷനാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ജിനു മേഡം ഇപ്പോൾ ഇവിടുന്ന് ജോയിൻ ചെയ്തെന്ന് പറയും, തമിഴ്നാട്ടിൽ നിന്നാണ്. ഞാൻ ദുബായിൽ ഇരുന്നുകൊണ്ട് തമിഴ്നാട്ടിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. മിനി മേഡം ആണെങ്കിൽ മലപ്പുറത്താണ്. ഗായത്രി മേഡം എനിക്ക് അത്ര ഓർമ്മയില്ലായിരുന്നില്ലേ, പറഞ്ഞിരുന്നു. പിന്നെ ജംഷീന, അക്ഷയ തൃശ്ശൂർ. ഗായത്രി മേഡം ഓക്കെ, അക്ഷയ തൃശ്ശൂര്, ജംഷീന ഉണ്ട്, ജംഷീന സ്ഥലം അറിയില്ല. മലപ്പുറം. ഓക്കെ, സുലേഖ മേഡം മലപ്പുറമാണ്. സോറി, മിനി മേഡം മലപ്പുറമാണ്. സുലേഖ മേഡം കോഴിക്കോട് നിന്നാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഇവിടേക്കാണ് നമ്മുടെ ബിസിനസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് ഓരോ എക്സ്പാൻഡ് ആവുന്നുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ സാധ്യത ഇതാണ്. നാട്ടിലിപ്പോ ബിസിനസ് ഒരുപാട് രീതി ചെയ്യുന്ന ആൾക്കാർ പെട്രോൾ, ഞാൻ നാട്ടിൽ ഇറങ്ങി ബിസിനസ് ചെയ്തപ്പോൾ എൻ്റെ 2 ദിവസം കൊണ്ട് ഡീസൽ പെട്രോൾ അടിച്ചാൽ മാത്രമാണ് 6000 രൂപയുടെ പെട്രോൾ. ഇറങ്ങി വണ്ടി എടുത്ത് പോയതാണ്. അപ്പൊ ശരിക്കും കഷ്ടമാണ്. നമ്മൾക്ക് 1 രൂപ ചെലവാക്കുന്നില്ല. ആകെ നമ്മൾ ഓൾറെഡി നമ്മുടെ മൊബൈലിൽ റീചാർജ് ചെയ്യുന്നുണ്ട്, ആ ചാർജ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ എന്തായാലും ഉപയോഗിക്കും. ബിസിനസ് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും റീചാർജ് ചെയ്യില്ലേ. അത്ര ബിസിനസ് ചിലവേ നമുക്കുള്ളൂ. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് സീരിയസ് ആണ്? കുറച്ച് സീരിയസ് ആയി കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പിന്നെ കറക്റ്റ് പറയണേ, നിങ്ങൾ പോയിന്റ് കിട്ടാൻ വേണ്ടി ഒരു സാധനം എക്സ്ട്രാ വാങ്ങരുത്. കാശ് ഒട്ടും കളയരുത്. വളരെ പിന്നെ എന്താ പറയുക, വിലപ്പെട്ട അമൂല്യമായ ഇതാണ് കാശ് എന്ന് പറയുന്നത്. വളരെ വിലപ്പെട്ട കാര്യമാണ്. ഞാൻ കഴിയാറില്ല കാശ്. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മറ്റേ കമ്പനികൾ ഉപയോഗിക്കാതിരിക്കുക. അത് വലിയ കാരണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വെസ്റ്റീജിന്റെ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ വെസ്റ്റീജിന്റെ തന്നെ ആളായി മാറും. അത് നമ്മൾ എന്തായാലും ചെയ്തേ പറ്റും. ഓക്കെ, സപ്ലിമെന്റ് ഒക്കെ, ഫുഡ് സപ്ലിമെന്റ് ഇപ്പോൾ ഉപയോഗിച്ചേ പറ്റൂ. ഇന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചേ പറ്റൂ, ഒരു നിർബന്ധമില്ല. നമ്മൾക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് അറിവ് കിട്ടി, നോളജ് കിട്ടിയതിന് ശേഷം ഇതെനിക്ക് യൂസ് ചെയ്യേണ്ടതാണ്, വിറ്റാമിൻ സി എനിക്ക് ആവശ്യമാണ്, അതിനെക്കുറിച്ച് എനിക്ക് അറിയാം, ഉപയോഗിക്കാം. ഫ്ലാക്സ് ഉപയോഗം അറിയാമെങ്കിൽ അത് ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? നമ്മുടെ പിന്നെ അങ്ങനെ 1 by 1 പഠിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ ബിസിനസ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പൊ ഇതിൽ ആർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. 2 മിനിറ്റ് തീർച്ചയായിട്ടും ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ജബീന്ന്. ഓക്കെ, അതാരാണോ അറിയില്ല, ഒന്ന് ചോദിക്കും. സംസാരിക്കാമോ? ജെബി ഒന്ന് പറയാമോ? മിനി മേഡത്തിന്റെ ആളാണ്. മിനി മേഡം കുറെ ആൾക്കാർക്ക് അയക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു പോയിരുന്നിട്ട്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, നോക്കി എനിക്ക് അറിയില്ല. ജെബി അതിലേക്ക് തോന്നി നിങ്ങൾ മെസ്സേജ് അയക്കണ കണ്ടായിരുന്നു. ജെബി ഒന്ന് കൺമ്യൂട്ട് ചെയ്യാമോ ജെബി? ഞാൻ കോമൺ ആയിട്ട് സംസാരിക്കായിരുന്നു. എല്ലാം നമ്മുടെ പഴയ ലീഡേഴ്സ് ആണ്. അപ്പൊ അവർക്ക് ബിസിനസ്സിൽ എനിക്ക് അറിയില്ല കേട്ടോ. എന്റെ ഞാൻ പറഞ്ഞ ആളെന്ന് അറിയില്ല, ജസ്റ്റ് ചോദിച്ചാ മതി ആരാണ്. ഓക്കെ, നമ്മുടെ പഴയ ആൾക്കാരോട് സംസാരിക്കാം, നമ്മുടെ ബിസിനസ് ഓൾറെഡി സീരിയസ് ആയവരോട്. അപ്പൊ ജെബി സംസാരിക്കുകയാണെങ്കിൽ ജെബി ഞാൻ പ്ലാൻ പ്രസന്റേഷൻ തന്നെ എടുക്കായിരുന്നു, എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നതെന്നും. അങ്ങനെ കുറച്ച് 2-3 പേര് ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ കയറാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് എടുക്കാം അവർക്ക്. ജെബി ഒന്ന് സംസാരിക്കോ? അൺമ്യൂട്ട് ചെയ്യാമോ? നിങ്ങൾ സംസാരിക്കാൻ എനിക്ക് അറിയാൻ പറ്റും. നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് പ്രസന്റേഷൻ തന്നെ എടുക്കാം. ഞാൻ കോമൺ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്ലാൻ പ്രസന്റേഷൻ മനസ്സിലാകത്തില്ല, അതുകൊണ്ടാണ്. ഇപ്പൊ ആൾക്കാരോട് പ്ലാൻ കേട്ട് ഏകദേശം 2-3 മാസമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, 5-6 മാസമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിക്കുന്നത്. ജെബി കേൾക്കാവോ? ജെബി അവിടെ ഉണ്ടോന്ന് അറിയത്തില്ല, അപ്പൊ ഞാൻ വെറുതെ പ്ലാൻ എടുത്ത് സമയം പോകില്ല. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ് സംസാരിച്ചതന്നെ. സാറേ, ഒരു മെഹജബിൻ എന്ന് പറഞ്ഞ ഒരാൾ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞിരുന്നു, അതാണെന്ന് അറിയില്ല. ചിലപ്പോ അതായിരിക്കും ജെബി ഷോർട്ട് കട്ട് അതായിരിക്കാം. സംസാരിക്കാമോ ജെബി? എന്നാലും നിങ്ങളോട് കേൾക്കുന്നില്ല, ഞാൻ പ്ലാൻ പ്രസന്റേഷൻ ഒരു കാര്യമില്ലല്ലോ. ജെബി ഒന്ന് സംസാരിക്കാമോ? അൺമ്യൂട്ട് ഓപ്ഷൻ ഞാൻ തരുന്നുണ്ട്. നിങ്ങളൊന്ന് ഓക്കെ കൊടുത്താൽ മതി, നിങ്ങൾക്ക് സംസാരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ നമ്മളെ സ്പീക്കർ ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താല് നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, ജെബി കേൾക്കുന്നില്ല തോന്നുന്നു. ഓക്കെ, ജെബിക്ക് 9 മണിക്കുള്ള ലിങ്ക് കൂടി അയച്ചു കൊടുക്കുമോ മാഡം, സുലൈ മാഡം? അപ്പൊ അവരില്ലാത്തവർക്ക് അല്ലെങ്കിൽ റെക്കോർഡ് അയച്ചു കൊടുത്താൽ മതി. മിഞ്ഞാന്ന് നമ്മള് ചെയ്ത റെക്കോർഡ് ഉണ്ടല്ലോ, അത് അയച്ചു കൊടുത്താൽ മതി. നമ്മൾ കേൾക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ പല ആൾക്കാർക്കും ഇതിൽ വരുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്ത ആൾക്കാരെ എങ്ങനെ കണ്ടിന്യൂ ചെയ്യാന്നുള്ള അടുത്താണ് ഉള്ള പർച്ചേസിങ് നടക്കുന്നില്ല, അതൊക്കെയാണ്. ഇത് ഫസ്റ്റ് ജോയിൻ ചെയ്ത ആൾക്കാരെ നമ്മുടെ ഓറിയന്റേഷൻ ചെയ്തേ പറ്റുള്ളൂ. ഇന്നിപ്പോ പ്ലാൻ കെട്ടവരെ ഇന്ന് തന്നെ നമ്മുടെ പറ്റുമെങ്കിൽ അശ്വിനായിട്ടോ ഞാനായിട്ട് ഇരുത്തിയിട്ട് ഓറിയന്റേഷൻ പ്രോസസ് ചെയ്തേ പറ്റൂ. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കാര്യങ്ങൾ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതുപോലെ കോമൺ മീറ്റിംഗ് ആയാലും കുഴപ്പമില്ല, സെപ്പറേറ്റ് ഇരുത്തിയാലും കുഴപ്പമില്ല. അവരോട് സംസാരിക്കുക. അവർക്ക് കാരണം അവർക്ക് എന്താ ആവശ്യം മനസ്സിലായില്ലേ? ചിലപ്പോൾ അവർക്ക് പൈസ ആയിരിക്കാം, ചിലപ്പോൾ ഇതുപോലെ പ്രസന്റേഷൻ എടുക്കാൻ എനിക്ക് ആഗ്രഹം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതായിരുന്നു, എനിക്ക് പ്രസന്റേഷൻ എടുക്കണമായിരുന്നു. ഇങ്ങനത്തെ നല്ല അവസരം ഇവിടുന്നാണ് കിട്ടി എനിക്ക്. ഒരുപാട് സ്ഥലത്ത് പോയി കിട്ടിയില്ല, എനിക്ക് വെസ്റ്റീജിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് എനിക്ക് വെസ്റ്റീജ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും എന്താണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അപ്ലൈയോട് പറയുക, അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യുക കേട്ടോ. എനിക്ക് അടുത്ത മാസം അടുത്ത വർഷം ജനുവരി ആകുമ്പോഴേക്കും എനിക്ക് ഇത്ര ആണ് എൻ്റെ വരുമാനം വേണം മന്ത്ലി കറക്റ്റായിട്ട്, അതായത് പാസീവ് ഇൻകം നമ്മൾ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അവര് പുറത്താണെന്ന്, അവർ സംസാരിക്കാനേ വിഷമം എന്നിട്ടായിരിക്കും, പുറത്താണ്. ഓക്കെ, അപ്പൊ അവര് ഫ്രീ ടൈമിൽ 9 മണിക്ക് കയറാൻ പറയൂ. കാരണം അവര് എന്തെങ്കിലും ഫംഗ്ഷനിലായിരിക്കും, കേട്ടിട്ട് കാര്യമില്ല, ഫംഗ്ഷനിൽ അവർ ശ്രദ്ധിക്കാൻ പറ്റൂല. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മൾ ഓറിയന്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ 5% ഉള്ളവരെല്ലാം 8% മൂവ് ആവാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ഫാസ്റ്റ് ആയിട്ട് 8% ആവാൻ 300 പോയിന്റ് ആവശ്യമുള്ളൂ. അതായത് നമ്മുടെ ഒറ്റയ്ക്ക് വാങ്ങിയിട്ടല്ല, നമ്മുടെ ടീമായിട്ട് വാങ്ങിയാലും മതി, അല്ല ഒറ്റയ്ക്കായാലും നമ്മുടെ 300 പോയിന്റ് ആകുമ്പോഴേക്കും സിംഗിൾ മന്ത്ലി, ഏതെങ്കിലും ഒരു മാസത്തിൽ, അല്ലെങ്കിൽ ഓരോ മാസത്തിൽ കൂടി 600 പോയിന്റ് ആയാലും നമ്മൾ ഫാസ്റ്റ് ആയിട്ട് 8% ആവും. അല്ലെ അക്ഷയ ജംഷീനൊക്കെ ഉണ്ടല്ലോ മീറ്റിംഗിൽ? അല്ലെ എല്ലാവരും കേൾക്കണില്ലേ കേട്ടോ? മീറ്റിംഗ് മാക്സിമം അറ്റൻഡ് ചെയ്തിട്ട് ഇമ്പ്രൂവ് ആവാൻ നോക്കണേ കേട്ടോ. കാരണം നമ്മളിപ്പോ സാധനങ്ങൾ പിന്നെ എല്ലാ മാസം ചിലപ്പോൾ വാങ്ങാൻ പറ്റില്ലായിരിക്കാം, കുഴപ്പമില്ല, അത് നമ്മുടെ ബിസിനസ് പഠിച്ചെടുക്കുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. ഇപ്പോ അക്ഷയ, അതുപോലെ തന്നെ അക്ഷയുടെ സിസ്റ്റർ ആര്യയൊക്കെ കൺസിസ്റ്റൻസി കറക്റ്റായി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? അവരുടെ വീട്ടിലേക്ക് അവർക്ക് വളരെ കുറച്ച് സാധനം ആവശ്യമുള്ളൂ. 100 പോയിന്റ് സാധനങ്ങൾ അവർക്ക് വീട്ടിൽ ആവശ്യമില്ല. അവരെന്താ ചെയ്യുന്നത്? അതുപോലെ തന്നെ മിനിമേഡും ചെയ്യുന്നുണ്ട്, പിന്നെ സുലൈഖ മേഡം കൺസിസ്റ്റൻസി ചെയ്യുന്നുണ്ട്. എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് കസ്റ്റമറെ, മിനിമേഡും അക്ഷയൊക്കെ കുറച്ച് കസ്റ്റമേഴ്സിനെ അവർ ഉണ്ട്, അവർക്കുള്ള സാധനങ്ങൾ
പിന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ബാക്കിയുള്ള സാധനങ്ങൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കൺസിസ്റ്റൻസി 4 മാസം ചെയ്യുമ്പോൾ 5ാമത്തെ മാസം 2515 പ്രൊഡക്റ്റ് ഫ്രീ കിട്ടിയോ? കിട്ടിയില്ലേ? അതും കൂടി സെയിലാക്കുമ്പോൾ 2515 പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ വീണ്ടും അതിൽ ഒരു 1500 രൂപ പ്രോഫിറ്റ് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ അതും പ്ലസ് അതുമായി അതിൽ ഓരോ മാസം നമ്മൾക്ക് 300 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്. അതും നമുക്ക് സെയിൽ ചെയ്യാം. അതൊക്കെ ആക്റ്റീവ് ഇൻകം ആണ് കേട്ടോ. അതിനിടയിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആൾക്കാർ ആരെങ്കിലും എന്താ ഈ ബിസിനസ് എന്ന് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്കും ഐഡിയ എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ അവരും ഇതേപോലെ ബിസിനസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ പാസീവ് ഇൻകം ആയിട്ട് വരും. ഫ്യൂച്ചറിൽ ചിലപ്പോൾ 1-2 വർഷം കഴിയുമ്പോഴേക്കും അതുപോലെ വന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ മക്കൾക്കൊക്കെ സേഫ് ആകാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. മക്കൾ ചോദിക്കും അല്ലേ എന്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ചോദിക്കൂലേ? കാണിച്ചു കൊടുത്താൽ മതിയായി ആപ്ലിക്കേഷൻ. ഇതാണ് നിങ്ങളുടെ പിന്നെ വരുമാനം, എന്താ പറയാ, അസറ്റ് എന്ന് പറഞ്ഞിട്ട്. അവരും അതിലൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർക്കും ഫ്യൂച്ചറിലേക്ക് 3 തലമുറ വരെ മാറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു കൈമാറാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഭരതേട്ടൻ അറിയാലോ, മക്കൾക്കൊക്കെ ഓരോ മക്കൾക്ക് ഇത്ര വരുമാനം ഡിവൈഡ് ചെയ്ത് വെച്ചു വരുന്ന വരുമാനത്തിൽ. അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത്രയ്ക്കും സാധ്യതയുള്ള ബിസിനസ്സാണ്. പ്രൊഡക്റ്റ് ഇതിന് ഡൗട്ട് ഇല്ലല്ലോ. പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒരുപാട് ആൾക്കാർക്ക് നല്ല എക്സ്പീരിയൻസ് മാത്രമേ പറയാനുള്ളൂ. ഇതില് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഇമാനുവൽ എന്ന് പറഞ്ഞൊരു പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. മിനി മേഡത്തിന്റെ താഴെ ജോയിൻ ചെയ്ത ആളാണ്, അസോസിയേറ്റ് ചെയ്ത ആളാണ്. ആഫ്രിക്കയിലാണ്. ആഫ്രിക്ക ഇരുന്നവിടെ ബിസിനസ് ചെയ്യുന്നത്. അവിടെ അപ്ലിക്കേഷൻ പോലും ഓപ്പൺ ആക്കാൻ പറ്റില്ല ഇതുവരെ. അവിടെ അലോഡ് ഇല്ല അപ്ലിക്കേഷൻ. ഓക്കെ, അവര് പിന്നെ സിസ്റ്റർക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ബ്ലഡില് ഹീമോഗ്ലോബിന്റെ അളവ് 7 കൂടുതലില്ല. കുറേ വർഷങ്ങളെ പല സ്ഥലത്തുനിന്നും മെഡിസിൻ എടുക്കുന്നുണ്ട്. എന്താ പറ്റിയത്? ഒരു രക്ഷയില്ല. അവരെല്ലാം നിരാശയോടെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഫേസ്ബുക്കിൽ ഏതോ ഒരു ബുക്ക് താഴെ കമന്റ് ഇട്ടു. ഫേസ്ബുക്കിൽ ഒരുപാട് ന്യൂസുകൾ വരില്ലേ, ഏതോ ന്യൂസിന് താഴെ ഇട്ടു, ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഒരു 46 റുപ്പീസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടതാണ് വെറുതെ. ഓക്കെ, കുറച്ച് 1 മണിക്കൂറിനകത്ത് ഒരു മെസ്സേജ് വന്നു, സാർ എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞത്. അദ്ദേഹം വന്നു, ബിസിനസ് പ്ലാൻ കേട്ടു, തീരുമാനം എടുത്തു വളരെ പെട്ടെന്ന്. പക്ഷെ അതൊരു നിമിത്തമാണെന്ന് എന്നോട് പറഞ്ഞു. സുരേഷ് അന്ന് കണ്ടുമുട്ടിയത് നിമിത്തം തന്നെയാണ്. എന്റെ സിസ്റ്റർക്ക് ഇപ്പോൾ പിന്നെ ഹീമോഗ്ലോബിൻ ലെവൽ 12 കഴിഞ്ഞു. നല്ല 12-13 എത്തി. നല്ലൊരു ഹാപ്പിയാണ് അവർ ഉപയോഗിച്ചത്. ഫോളിക് അയൺ ആണ്. ഒരു ബോട്ടിൽ ഉപയോഗിച്ചപ്പോൾ തന്നെ റിസൾട്ട് വന്നു. ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അയൺ ഫോളിക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ ഫോളിക് അയൺ അവർ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന്, അവർക്ക് മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, ഒരുപാട് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നും റിസൾട്ട് വന്നില്ല. വെസ്റ്റിജിൽ ഉപയോഗിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉപയോഗിച്ച ഷോപ്പിലൊക്കെ അയൺ ഗുളിക ഉണ്ടല്ലോ, ഫോളിക് അയണിന്റെ, അതൊന്ന് പൊടിച്ചിട്ട് പേപ്പറിൽ ഇടുക. പേപ്പർ ഇട്ടിട്ട് അതിന് താഴെ ഒരു കാന്തം വെച്ച് ഇങ്ങനെ വലിയൊരു കാന്തം എടുത്ത് ഇങ്ങനെ കുറക്കുക എന്ന് പറഞ്ഞു. ആ ഇരുമ്പ് പോലെ അത് ഇങ്ങനെ മൂവ് ആകുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ അയൺ കണ്ടന്റ് ഉണ്ടാവും. അതൊരു വെസ്റ്റിജിൽ ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അവർ ഇരുമ്പിന്റെ കണ്ടന്റ് അത് കൂടുതലാണ്. ഇതെനിക്ക് നേരത്തെ ഒരു ട്രെയിനിങ്ങിൽ ഒരാൾ പറഞ്ഞു തന്നതാണ്. നമ്മുടെ ഒരു സുശീൽ സാർ ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. അവർ എനിക്ക് പറഞ്ഞു തന്നതാണ്. ഒരു ട്രെയിനിങ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത്രയ്ക്കും പിന്നെ എന്താ പറയാ, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വെസ്റ്റിജിലുള്ളത്. തീർച്ചയായിട്ടും പിന്നെ എല്ലാവർക്കും പോസിറ്റീവ് റിസൾട്ട് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട്? ഇന്ന് സുലേഖ മാഡം പിന്നെ ഞാൻ എന്നൊരു കാര്യം പറഞ്ഞ പിന്നെ ഞാൻ ആദ്യം പറയട്ടെ എന്നിട്ട് ചോദിച്ചോളൂ. പിന്നെ ഞാന് ഇന്ന് വൈകുന്നേരം ഒരു 3:30 കഴിഞ്ഞപ്പോ കോഴിക്കോട് അതിന്റെ ഷോപ്പ്, അന്നേരം ഞാൻ പറഞ്ഞ ഷോപ്പില്ലേ, അവിടുന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ ഓരോന്ന് ഞാൻ കൊടുത്ത 3 ആളുടെ ID നമ്പർ വെച്ച് കൊടുത്ത സാധനങ്ങളുടെ പ്രൈസ് ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇയാളെ കോണ്ടാക്ട് ചെയ്തിട്ടും സംസാരിച്ചിട്ടും ഒന്നും തന്നെ അതിനൊന്നും മറുപടി ഒന്നും പറയാത്തതിനെ കൊണ്ട് ഞാൻ എന്റെ കൺസിസ്റ്റൻസി നഷ്ടപ്പെടരുത് വിചാരിച്ചിട്ട് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തു. ഓൺലൈനിൽ സാധനം ഓർഡർ ചെയ്ത് ഒക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴാണ് കോഴിക്കോട് ഷോപ്പിൽ നിന്ന് മെസ്സേജ് വരുന്നത്. പിന്നെ നമ്മളതിന്റെ ആവശ്യമില്ലല്ലോ. അതെ, അങ്ങനെ. ഓക്കെ. അത് സുലേഖ മാഡം എന്നോട് രാത്രി ചോദിച്ചിരുന്നു, ഇത് ഇപ്പൊ ഓൺലൈൻ അവിടെ റിപ്ലൈ ചെയ്യുന്നില്ല, അവരെന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ സുലേഖ മാഡത്തിന് പിന്നെ പർച്ചേസ് ഉണ്ട്. എനിക്കൊന്ന് 1,500 രൂപ പർച്ചേസ് തോന്നുന്നു. അതുകൂടാതെ ഇപ്പൊ ടോട്ടൽ 3,000 എബോ കഴിഞ്ഞു. നമ്മളിങ്ങനെ ഓരോന്നോരോന്നായി ചെയ്തതിനെ കൊണ്ട് അങ്ങനെ. അതെ, നിങ്ങൾക്കില്ലല്ലോ, അത്ര ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അത് 2000 നമ്മുടെ സുലേഖ മാഡത്തിന് പർച്ചേസ് ഉണ്ടായിരുന്നു. അവരെ താഴെയുള്ള 2 പേരും പർച്ചേസ് ഉണ്ടായിരുന്നു. താഴെ ഒരാൾക്ക് 10,400 അങ്ങനെ ഉള്ളൂ, മറ്റൊരു 500 സംതിങ് കൂട്ടിക്കോ തോന്നുന്നു. പക്ഷെ സുലേഖ മാഡത്തിനും കുറച്ച് പർച്ചേസ് ഉണ്ട്. ഇതെല്ലാം 1,900 ചില്ലറ ഉണ്ടായിരുന്നു. അതെ, ഇതെല്ലാം കൂടാണ് 2,500 കൂടുതൽ വരുന്നുണ്ട്. അപ്പൊ ഫ്രീ പ്രൊഡക്റ്റ്. അതെ, അപ്പൊ ഫ്രീ ആയിട്ട് ഡെലിവറി ഉണ്ട്. അത് അവിടെ എന്താ ഐഡിയ ചെയ്യേണ്ടതെന്ന് വെച്ചാല്,
സുലേഖ മേഡത്തിന്റെ താഴെയുള്ളവരെ ID ഡൗൺലൈൻ പർച്ചേസ് ചെയ്യുക. അപ്പോൾ പിന്നെ ഒരു ID അടിക്കുക, ഡൗൺലൈൻ പർച്ചേസ് അടിച്ചിട്ട് നമ്മൾക്ക് സാധനങ്ങളെ സെലക്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. എന്നിട്ട് ബില്ലടിക്കരുത്, പേയ്മെന്റ് ചെയ്യരുത്, അവിടെ വെക്കുക. രണ്ടാമത്തെ ഒരാളതും ID വെച്ചിട്ട് പിന്നെ പ്രൊസീഡ് ചെയ്യുക സാധനങ്ങൾ ഇട്ടിട്ട്. പക്ഷേ അഡ്രസ്സ് സെയിം ആയിരിക്കണം. എല്ലാ സാധനങ്ങളും പോകുന്നത് സുലേഖ മേഡത്തിന് മാത്രമായിരിക്കും. കാരണം അവിടുന്ന് സുലേഖ മേഡം വീട്ടിന്റെ അടുത്തുള്ള ആളാണ്. മൂന്നാമത്തെ ആൾക്കാർക്കും അതുപോലെ ചെയ്യുമ്പോൾ ഇത് ലാസ്റ്റ് ബില്ല് പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് 1, 2, 3 ആളെ ഒന്നിച്ച് പേയ്മെന്റ് ചെയ്യാം. അവിടെ ഓപ്ഷൻ വരും. അങ്ങനെ പ്രൊസീഡ് ചെയ്യുമ്പോൾ കാര്യം എന്താ, ടോട്ടൽ 2500 രൂപ ആയില്ലേ എല്ലാവർക്കും കൂട്ടിയിട്ട്. കൊറിയർ ചാർജ് ഫ്രീ ആയിട്ട് കൊറിയർ ചാർജ് ആണ്. അടുത്ത വീട്ടിലവർക്ക് സാധനം കൊടുക്കാനും പറ്റും. ഓരോ ആൾക്കും സെപ്പറേറ്റ് ബില്ലുമായി, സെപ്പറേറ്റ് BVയും കയറി, പ്രൊഡക്റ്റിന് ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റും പോയിട്ടെത്തി അവിടെ. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ഇതൊക്കെ കേട്ടോ. അപ്പൊ ഒന്ന് സുരേഖ മേഡം പിന്നെ അത് അറിഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷെ അവരെ പർച്ചേസ് സെപ്പറേറ്റ് ചെയ്തു. പിന്നെ മറ്റുള്ളവർ 2 ആൾ പർച്ചേസും ഒറ്റ ബില്ലടിച്ചു. അവർക്ക് 2 പേർക്കും കൂടിയിട്ട് ഒരു കൊറിയർ ചാർജ് വന്നു. ഈ 3 കൂടി ഒന്നിച്ചടിച്ചിരുന്നെങ്കിൽ 0 കൊറിയർ ചാർജ് ആയേനെ. അപ്പൊ അത്രയ്ക്കുണ്ട്. നമ്മൾ ഇതിന്റെ സാധ്യതകൾ എവിടേക്കോ ഉണ്ട്. അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പൊ പിന്നെ എവിടെ ഒരു പ്രൊഡക്റ്റ് വീട്ടിലെത്തിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അവര് പിന്നെ നിങ്ങൾ റിട്ടേൺ ചെയ്തു എന്തോ പറയുമ്പോഴേക്കും അവർ ഓക്കെ, അല്ലെങ്കിൽ അവർ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ വീട്ടിൽ തന്നെ എത്തിച്ചു കൊടുത്തു പ്രൊഡക്റ്റ് കൊറിയറുകാർ. ആക്ച്വലി മിക്ക കൊറിയറുകാരും വീട്ടിലെത്തിക്കാറില്ല. അവിടെ പിന്നെ ഓഫീസിൽ പോയി കളക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ചിലവർ എത്തിക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഇൻകേസ് ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ ബ്രാഞ്ച് ഓഫീസ് കോൺടാക്ട് ചെയ്യുമ്പോൾ അതിന് നമ്പർ ഉണ്ട്. നമ്മുടെ ബില്ലിന്റെ ഏറ്റവും മുകളിൽ പോയിന്റ് നമ്പർ ഉണ്ട് ബ്രാഞ്ച് ഓഫീസിന്റെ. അവിടെ കോൾ ചെയ്യുമ്പോൾ അവരോട് പറയാം ഒരു വീട്ടിലെത്തിക്കുന്ന പറയുമ്പോൾ അവർ ചിലപ്പോൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ എത്തിക്കാറുണ്ട് അടുത്തൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ പിന്നെ ഫസ്റ്റ് ജോയിൻ ചെയ്തവരോട് പറയാറുണ്ട്, നിങ്ങൾ ഫസ്റ്റ് എങ്കിൽ 1-2 പ്രൊഡക്റ്റ് എടുക്കുന്നവരോടൊക്കെ ഞാൻ പോസ്റ്റൽ ഓർഡർ ചെയ്യാൻ പറയാറുണ്ട്. കാരണം എന്താ പറയുക, ആദ്യം തന്നെ ജോയിൻ ചെയ്തവർക്ക് പ്രൊഡക്റ്റ് ചിലപ്പോൾ ഡിലേ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നെഗറ്റീവ് ആയിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ചാർജ് 65 രൂപ വരുന്നുണ്ടല്ലോ, പോസ്റ്റൽ ചെയ്യുമ്പോൾ 42 രൂപ വരുന്നുള്ളൂ. പോസ്റ്റൽ തന്നെ എടുക്കാൻ പറയാറുണ്ട്. 1/2 കിലോ വരെ 42 വരുന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അത് അങ്ങനെ പറയാറുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഒരു അക്ഷയ മനോജ് ചെയ്യുന്ന ഒരു ഡിഫറെന്റ് രീതിയിലാണ്. അവർക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ നിൽക്കുന്ന പാലക്കാടാണ്, തൃശ്ശൂരും അവിടെ ഇവിടെയൊക്കെയാണ് കസ്റ്റമേഴ്സ്. അവർക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നത് വെച്ചാൽ DLCPയിലോട്ട് ആർക്ക് എന്താ വേണ്ടത് അവരെ അഡ്രസ്സും പിന്നെ ഇതും കൊടുക്കും, ലിസ്റ്റും കൊടുത്തിട്ട് അവിടുന്ന് അവർ ഡയറക്റ്റ് പ്രൊഡക്റ്റ് എത്തിക്കും. മനസ്സിലായില്ലേ? വിത്ത് കൊറിയർ ചാർജ്. അപ്പൊ നിങ്ങൾ നിങ്ങൾ പിന്നെ റീറ്റെയിൽ പ്രൈസ് ആണ് വിൽക്കുന്നതാണെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, ബില്ല് വെക്കണ്ട, പ്രൊഡക്റ്റ് മാത്രം കൊടുത്താൽ മതി. അപ്പൊ പ്രൊഡക്റ്റ് മാത്രം അവർ കൊടുക്കും അവര്. മനസ്സിലായില്ലേ? നമ്മളിപ്പോ അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി അവിടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ രീതിയിലും നമ്മൾ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈഡ് ചെയ്യാനും അവർക്ക് പ്രൊഡക്റ്റ് എത്തിക്കാനുള്ള എല്ലാ അവസരവും ഇവിടെ നമ്മൾ തെളിഞ്ഞു നിന്നിട്ടുണ്ട്. 100% ചെയ്യുന്നുണ്ട്. മനസ്സിലായി? നമ്മൾ എവിടെ നോക്കിയാലും പിന്നെ ഹൈദരാബാദിലൊക്കെ ബിസിനസ് നല്ല ഗ്രോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ആൾക്കാര് പിന്നെ മ്യൂട്ട് ചെയ്യണേ. അപ്പൊ നിങ്ങൾ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ. അപ്പോ ഹൈദരാബാദിലും തമിഴ്നാട്ടിലേക്ക് ബിസിനസ് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് അവർക്ക് പിന്നെ ഇറങ്ങി ബിസിനസ് ചെയ്യാൻ ഒരു മടിയില്ല. മനസ്സിലായില്ലേ? അവര് പിന്നെ കൃഷിയുടെ ഇടത്തായിക്കോട്ടെ എല്ലാ രീതിയിലായാലും അവർ പ്രൊഡക്റ്റ് ഒരുപാട് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ടീമിൽ ഒരുപാട് 100-300 രൂപയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആരും നടന്നു ചെയ്യരുത്, അത് നെഗറ്റീവ് ഉണ്ടാക്കും. കാരണം നമ്മളിപ്പോ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ബാഗിൽ തൂക്കി നടന്നു വെക്കുന്ന കണ്ടു കഴിഞ്ഞാല് നമ്മുടെ കൂടെ ഒരാളും ജോയിൻ ആവില്ല. കാരണം ഞാനും ഇത് തന്നെ ചെയ്യേണ്ടത് വെച്ചിട്ട് നമ്മൾ ശരിക്കും ഒഫീഷ്യലായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന മാത്രമേ നമുക്ക് നല്ല ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മറ്റുള്ളവരുടെ അസോസിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഒരു സ്റ്റുഡന്റിന് നിങ്ങളിവിടെ ഇപ്പോൾ ആരുടെയും കൂടെ ഒന്ന് ജോയിൻ ആവണം, അവന് പിന്നെ വാക്ക് നോക്കി സെയിൽ ചെയ്യുന്ന കണ്ട് അവനെന്തായാലും നമ്മുടെ കൂടെ വരില്ലല്ലോ. അവനായിക്കോട്ടെ അവളായിക്കോട്ടെ വരത്തില്ല. പക്ഷെ നമ്മൾ ഇതുപോലെ ഒരു ഒഫീഷ്യലായിട്ട് ഡിജിറ്റലായിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആൾക്കാരെ നേരെ മീറ്റ് ചെയ്തിട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ ആൾക്കാർ എന്തായാലും നമ്മുടെ അസോസിയേറ്റ് ചെയ്യും, നല്ലൊരു ഒഫീഷ്യലായിട്ട് വർക്കാന്ന് വെച്ചിട്ട്. ഓക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ആർക്കും ഡൗട്ട് ഉണ്ടോ? കാരണം ഞാൻ കുറെ സംസാരിക്കുന്നതിനേക്കാളും ഡൗട്ട് ചോദിച്ചാൽ അതിൽ ബേസ് ചെയ്തിട്ട് സംസാരിക്കുന്നതിനും ബെറ്റർ. ഞാൻ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പോയിന്റ് കിട്ടുന്നുണ്ടോ? ജിനു മേഡം ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ ഒരു സിദ്ദീഖ് എന്ന് പറഞ്ഞ ആളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കേറുന്ന പറഞ്ഞത് എന്നോട് കേട്ടോ. ഓക്കെ, അത് പറഞ്ഞു കൊടുക്കാം, കുഴപ്പമില്ല. കയറിയത് സുരേഷ് സാറേ, ഒരു സിദ്ദീഖ് എന്ന് പറഞ്ഞ ആളിപ്പോ വിളിച്ചു. ഇപ്പൊ കേറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ. ചോദിച്ചു.
ഓക്കെ, ജോയിൻ ആയി പറഞ്ഞു കൊടുക്കാം, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ജോയിൻ ആക്കിക്കോളെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, ഓക്കെ, ഇപ്പൊ കേൾക്കുമെന്ന് അറിയില്ല, ഇപ്പൊ വിളിച്ചു. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ടൈമിംഗ് അതുവരെ ആർക്കും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ കേട്ടോ. ഒരുപാട് ഡൗട്ട് വരും. ഞാൻ ഡൗട്ട് അതും ചോദിക്കില്ല ആൾക്കാരോട്. ഞാൻ ചോദിക്കില്ലായിരുന്നു ഈ മീറ്റിംഗിൽ വന്നപ്പോൾ, ഫസ്റ്റ് ഒന്ന് ജോയിൻ ആയപ്പോൾ. കാരണം ഡൗട്ട് ചോദിക്കുന്നത് പിന്നെ എന്താ പറയാ, ആർക്കെങ്കിലും എന്താ പറയാ, ഞാൻ ചോദിക്കുന്ന ഡൗട്ട് തെറ്റാണോ ശരിയാണോ എന്ന് പോലും എനിക്ക് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം ചോദിക്കില്ലായിരുന്നു. പിന്നെ എന്തായാലും കുഴപ്പമില്ല, ഡൗട്ട് ചോദിച്ചു പഠിക്കാൻ തുടങ്ങിയപ്പോൾ കുറെ മാറ്റം വന്നു. എപ്പോഴും ഡൗട്ട് ചോദിക്കുക, കിട്ടിയ അവസരങ്ങൾ സംസാരിക്കാൻ ഉപയോഗിക്കുക, നമ്മളെ ഇമ്പ്രൂവ്മെന്റിന് ഉപയോഗിക്കുക. ജിനുമയുടെ കേൾക്കണ്ടല്ലേ? ജിനുമയുടെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, പ്രസന്റേഷൻ കേൾക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ 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 ഓക്കെ. ഗാലക്സി ഒന്ന് പറയാമോ, പേര് പറയാമോ? സിദ്ദിഖ് സർ ആണോ? ഗാലക്സി സിദ്ദിഖ് ആണോ? സിദ്ദിഖ് സർ, ഹലോ സിദ്ദിഖ് സർ ആണോ? നമ്മുടെ ഈ പ്ലാൻ പ്രസന്റേഷൻ കേൾക്കുമ്പോൾ നമുക്ക് അരമണിക്കൂർ പ്രസന്റേഷൻ ഉള്ളൂ, 10-20 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഫുൾ ടൈം തന്നെ ആയിരിക്കണം കേൾക്കണേ. കാരണം ചിലപ്പോൾ ജോലിയുടെ ഇടയിൽ കേൾക്കണ്ടാവാം, ചിലപ്പോൾ ഡ്രൈവിംഗിൽ കേൾക്കണ്ടാവാം. പക്ഷെ അവർക്കൊന്നും മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല അത്. കാരണം 1-2 പ്രാവശ്യം കേട്ടാലേ നമുക്ക് കുറച്ച് ഐഡിയ കിട്ടുള്ളൂ. അപ്പൊ അത് സാറിനെ സംസാരിക്കാൻ കാരണം, നിങ്ങൾ ഡ്രൈവിംഗിലാണോ അല്ല വീട്ടിലാണോ ജോലിയിലാണോ? ഒന്ന് പറയാമോ? ജബി വെടിയിലാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ കൊമ്പോണിക്കും കൂടി അറ്റൻഡ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. മിനിമയുടെ അയച്ചു തരും. ആ മിനിമേഡാണോ സുലേഖ മാഡം ആരായാലും. പിന്നെ ഗാലക്സി ഇപ്പൊ കേറിയതാണോ? ഗാലക്സി M30. അതെ 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 അതെ. സിദ്ദിഖ് സർ ആണോ? പേര് പറയുന്നില്ലല്ലോ. അല്ല, നിങ്ങൾ പറഞ്ഞ ഉടനെ കയറി, അപ്പൊ അവര് തന്നെ ആയിരിക്കാം. അപ്പൊ പേര് പറയുന്നില്ല, ഒന്ന് പറഞ്ഞു. അൺമ്യൂട്ടോ പറ്റുന്നുണ്ടോ അശ്വിനി? ഒന്ന് അൺമ്യൂട്ട് ഒന്ന് കൊടുക്കാൻ പറ്റൂ? ഗാലക്സി M30 അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഒന്ന് ഓക്കെ കൊടുക്കുമോ? ഓക്കെ കൊടുത്താൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഇല്ലെങ്കിൽ ആ ഒരു മൈക്കിൽ ടച്ച് ചെയ്താലും നിങ്ങൾക്ക് സംസാരിക്കാം. മിനി മാഡം അവര് സംസാരിക്കുന്നില്ല കേട്ടോ, അപ്പൊ റെസ്പോണ്ട് ചെയ്യാത്ത പറഞ്ഞൊരു കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞതാണ്, സംശയങ്ങള് ചോദിച്ച് മനസ്സിലാക്കാം. ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തു. അതെ അതെ, കുഴപ്പമില്ല, ടെൻഷൻ അടിക്കണ്ട. അവർ 9 മണിക്കൊന്ന് ലിങ്ക് അയച്ചു കൊടുക്കണേ. ചിലപ്പോ അവരെന്തെങ്കിലും വർക്കിലായിരിക്കാൻ ചാൻസ് ഉണ്ട്, ആയിരിക്കാം. ഇപ്പൊ നമ്മൾ എടുത്തിട്ട് കാര്യമില്ലല്ലോ, അവര് കേൾക്കണില്ല എന്ന് തോന്നുന്നു. ഹലോ സാറിനെ കേൾക്കാവോ? ഓപ്പൺ ആക്കുന്നില്ല, അൺമ്യൂട്ടാണ്. ആർക്കും ഡൗട്ട് ഉണ്ടോ? ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവോ? ജിന്നു മാഡം പ്ലാൻ കേട്ടായിരുന്നോ നേരത്തെ? ഇല്ലില്ല, ഞാനിന്ന് ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, എന്തായാലും ഞാനൊരു ആർക്കും ഡൗട്ട് ഇല്ലെങ്കിൽ ഷോർട്ട് പ്ലാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം. ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ എന്തേലും? ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് പ്ലാൻ പറഞ്ഞു തരാം. ഒരാൾ ഓക്കെ. ഓക്കെ, ഞാൻ ഇപ്പൊ ഷോർട്ട് പ്ലാൻ റൺ ചെയ്യിക്കാൻ കാരണം, അപ്പൊ നിങ്ങൾക്ക് കേൾക്കും കുറച്ച് ഡൗട്ടുകൾ വരും ചാൻസ് ഉണ്ടാവുണ്ട് കേട്ടോ. അപ്പൊ കൂടാതെ രണ്ടുപേര് ജോയിനിങ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട്. അപ്പോൾ നമ്മുടെ ഇതുവരെ പറഞ്ഞിരുന്നത് CEO കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ പിന്നെ ജനിച്ചെന്ന് മുതൽ നമ്മൾ കൺസ്യൂമർ ആണ് അല്ലേ? ഓരോ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമർ ആണ് വീട്ടിലേക്ക് അല്ലേ? എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് ഉപയോഗിക്കേണ്ടത്, അത് കൺസ്യൂമർ ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി പിന്നെ ഇതൊരു ബിസിനസ് ആയിട്ട് എടുക്കാനുള്ള നമുക്ക് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഉള്ള ജീവിത ചെലവിന് നമുക്ക് വരുമാനമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മുടെ സാധാരണ ബിസിനസ് ചെയ്യുമ്പോൾ മറ്റാൾക്കാർ പല ബിസിനസ്സുകളും ഫ്ലോപ്പ് ആയി പോകുന്ന ഇടയ്ക്ക് വെച്ച്. കാരണം അവർക്കൊരു സിസ്റ്റം ഇല്ല, അവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ടീം ഇല്ല. അങ്ങനെയാണ് മിക്ക ബിസിനസ്സുകളും ഫ്ലോപ്പ് ആയി പോകുന്നത്.
അതിന് വേണ്ടിയിട്ട് നമ്മൾ വിന്നിംഗ് ടീം എന്ന ഒരു സിസ്റ്റം, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ നമ്മൾ ഉണ്ട്. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വിന്നിംഗ് ടീം. ഒരുപാട് ഫാമിലീസ്, ഒരുപാട് വ്യക്തികളെ ഇതുപോലെ, ഞാനിപ്പോ സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു, ഇതിൽ വന്ന് സംസാരിക്കാൻ തുടങ്ങി, ഒരുപാട് പ്ലാറ്റ്ഫോമിൽ അവസരം കിട്ടി. അങ്ങനെ ഒരുപാട് വ്യക്തികൾക്ക്, ഫാമിലികൾക്ക് വരുമാനത്തിലായിക്കോട്ടെ, ഹെൽത്തിലായിക്കോട്ടെ, വെൽത്തിലായിക്കോട്ടെ നല്ലൊരു വരുമാനം മാറ്റം കൊണ്ടുവരാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് വിന്നിംഗ് ടീം എന്ന ബിസിനസ് വിന്നിംഗ് ടീം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരുപാട് ആഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. റോബി സാർ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. റോബി സാറേ, റോബി സാറിന് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അശ്വിനി മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ നിങ്ങളെ ഹോസ്റ്റ് അപ്പം. റോബി സാർ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? മ്യൂട്ട് അല്ലല്ലോ. അൺമ്യൂട്ട് അല്ല സാറേ, മ്യൂട്ടാണ്. മ്യൂട്ട് ചെയ്യണം. ഓക്കെ 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 ഓക്കെ. നമുക്ക് ഒരാൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ? ഒരുപാട് കാശ് വേണമെന്നുള്ള ആഗ്രഹം, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ, പിന്നെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ സഞ്ചരിക്കാനുള്ള അവസരങ്ങൾ, ഇഷ്ടപ്പെട്ട വീട് വെക്കാനുള്ള അവസരം, അതുപോലെ തന്നെ നമ്മൾക്ക് ഫാമിലി ആയിട്ടുള്ള നല്ലൊരു ജീവിതം അല്ലെ? ഇതൊക്കെ കൂടിയാണ് നമ്മുടെ നല്ലൊരു ജീവിതം എന്ന് പറയുന്നത് അല്ലെ? ഇവിടെ ഇതൊക്കെ ഡ്രീം നമുക്ക് കണ്ടിരിക്കാം. പക്ഷെ നമുക്ക് കാശ് ഉണ്ടാകുമ്പോഴേക്ക് കാശ് ഉണ്ടാക്കി ആകുമ്പോൾ ഏജ് ആയി പോയി, മറ്റൊന്നൊക്കെ സമയം കിട്ടില്ല. ചിലർ വീട് വെച്ചിട്ട് അതിന്റെ ലോൺ അടച്ചടച്ച് നമ്മൾക്ക് ബാക്കിയുള്ള കാറ് വാങ്ങാനോ ലൈഫ് എൻജോയ് ചെയ്യണോ എപ്പോഴും ഫാമിലിയോട് ദേഷ്യമായിരിക്കാം, കാരണം കാശ് ഉണ്ടാവില്ല അല്ലെ? അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾക്ക് ഇതെല്ലാം കൂടി ഒരു കൊടക്കഴ കിട്ടുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കുന്ന ബെറ്റർ. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ നേടിയെടുക്കാൻ പറ്റും. ഓൾ ഇൻ വൺ എല്ലാം കൂടി നമുക്ക് ഇവിടെ തിരഞ്ഞെടുക്കാൻ പറ്റും. നമുക്ക് ഇവിടെ എന്താ കിട്ടുക? എക്സ്ട്രാ ഒരു ഇൻകം. നിങ്ങൾക്ക് ഓൾറെഡി ജോലിയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു അഡീഷണൽ ആയിട്ട് ഒരു വരുമാനം ഇവിടെ കിട്ടുന്നുണ്ടാവും അല്ലെ? അല്ല, നിങ്ങൾ ഫുൾ ടൈം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് ആയിട്ട് എടുക്കാം, അതുകൂടാതെ ജോലിയായിട്ടും അതുകൂടെ ചെയ്യാം. അത് ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം, രണ്ട് ഇൻകം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ സീരിയസ് ആയി ചെയ്യുന്ന ഏതൊരാൾ കൂടെ സക്സസ് ആവാൻ പറ്റും. ഒരുപാട് വ്യക്തികളോട് പിന്നെ ആദ്യം നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. ഇതിന് ₹1 പോലും കാശ് ഇടാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അതുപോലെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൈം മാത്രമാണ്. ഫേസ്ബുക്കിലും പിന്നെ നമ്മുടെ യൂട്യൂബ്, ഇൻസ്റ്റയിലൊക്കെ നമ്മൾ ടൈം കളയുന്ന സമയം ജസ്റ്റ് ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, അതോടെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫൈനാൻഷ്യൽ ഫ്രീഡം. പല ആൾക്കാരും നമ്മുടെ ഹോട്ടലിൽ ഭക്ഷണം കയറിയപ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ലേ, ഇതിന് എത്ര പൈസയാ, അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങാൻ പോയത്, കാശൊക്കെ നോക്കി വളരെ കഷ്ടപ്പെട്ട് ഏറ്റവും വളരെ കുറഞ്ഞ എടുക്കും. പക്ഷെ നമ്മുടെ ഈ ബിസിനസ്സായിട്ട് അസോസിയേറ്റ് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ആവശ്യത്തിലുള്ള കാശ് ഇവിടുന്ന് കിട്ടും. എത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അത്രയും കാശ് നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആണ്. നമുക്ക് സ്ഥിരമായിട്ട് കാശ് സ്പെൻഡ് ചെയ്യാനും കാശ് വന്നുകൊണ്ടേയിരിക്കും. എല്ലാ മാസം 10-ാം തീയതി നമുക്ക് ഇവിടെ കമ്പനിയുടെ ബോണസ് ലെവൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ടൈം ഫ്രീഡം. എനിക്കിത് ലീവ് ദിവസമാണ് ഇന്ന് ഞാൻ ബിസിനസിന്റെ പ്ലാൻ എടുക്കേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ചിലപ്പോൾ നാളെ മറ്റൊന്ന് ഫംഗ്ഷൻ ഉണ്ടാവാം, നിങ്ങൾക്ക് അന്ന് ബിസിനസ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, ബിസിനസ് ചെയ്യും. അപ്പൊ നമ്മുടെ ടൈം ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രീ ടൈം ഉപയോഗിച്ചിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം. അതുപോലെ നമുക്ക് എവിടെ വേണം ട്രാവൽ ചെയ്യാം, ട്രാവൽ ചെയ്തുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാതെ നമ്മുടെ ഒരു കമ്പനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ടൈം ഇവിടെ വർക്ക് ചെയ്യണം, അതിനിടയിൽ ഒന്നും ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഉണ്ടാവാം. പിന്നെ എന്താ പറയുക, ചിലർ വെള്ളം പോലും കുടിക്കാൻ എക്സ്ട്രാ ടൈം കൊടുക്കാൻ സ്ഥലങ്ങൾ ഉണ്ടാവാം. അതൊന്നും ഇവിടെ ഇല്ല. നമ്മുടെ ടൈം ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഗുഡ് ഹെൽത്ത്. നമുക്കറിയാം എല്ലാവർക്കും ഒരു മിനിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഗുഡ് ഹെൽത്ത്. നമുക്ക് പിന്നെ ഇവിടെ ഗുഡ് ഹെൽത്ത് നമുക്ക് നമുക്ക് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഹെൽത്ത്, ആരോഗ്യം ഇവിടെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? ഞാൻ ഈ ബിസിനസ് വന്നതും കാരണം അത് തന്നെയാണ്. എനിക്ക് വളരെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇതില് ഒരുപാട് കാലത്ത് മരുന്നെടുത്തിട്ടൊക്കെ ക്യൂർ ആവാത്തത്. പക്ഷെ അതിലൂടെ എനിക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് എനിക്ക് ഇതിലൂടെ മെഡിസിൻ ഇല്ലാതെ ഫുഡ് സപ്ലിമെന്റിലൂടെ തന്നെ ക്യൂർ ആവാൻ പറ്റിയിട്ട്. ഫുഡ് സപ്ലിമെന്റിനെ കുറിച്ച് പഠിക്കുന്നത് ഞാൻ ഇവിടെ വെച്ചായിരുന്നു. എന്താണ് ഫുഡ് സപ്ലിമെന്റ് ഒക്കെ അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിലൂടെ
ഞാൻ ബിസിനസ്സിൽ എനിക്ക് അത്രയും റിസൾട്ട് വന്ന വൈഫും എൻ്റെ കൂടെ തന്നെ ബിസിനസ് സീരിയസ് ആയിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് അസോസിയേറ്റ് ചെയ്തു. നമ്മൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഫാമിലി ആയിട്ട് ഇത് ബിസിനസ് കൊണ്ട് ചെയ്യുന്നുണ്ട്. കാരണം ഹെൽത്ത് ആണ് വെരി ഇമ്പോർട്ടന്റ്. കാശ് ഉണ്ടായി എല്ലാം ഉണ്ടായിട്ട് ഹെൽത്ത് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഒരുപാട് ബിസിനസ് വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഷുഗർ, പ്രഷർ, BP അല്ലെ, ഷുഗർ, പ്രഷർ എല്ലാ അസുഖങ്ങളും ഉണ്ടാവും. കാരണം അവർക്ക് ഹെൽത്ത് കെയർ ചെയ്യാൻ സമയമില്ല, അതുപോലെ തന്നെ കെയർ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിവില്ല. നമ്മളിവിടെ എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ ചെയ്യേണ്ടത്. ലിവ് എ ലെഗസി. നമ്മുടെ ഈ ബിസിനസ് കുറെ തലമുറകൾ കൈമാറാൻ പറ്റും. നമ്മളെ ഒരുപാട് ആൾക്കാർ പിന്നെ അറിയപ്പെടുന്നുണ്ടാവും അല്ലെ, അടുത്ത തലമുറയൊക്കെ അറിയാം ഇവരുടെ ബിസിനസ് ആണ്. 3 തലമുറ വരെ നമുക്ക് കൈമാറാനും പറ്റും ബിസിനസ്. ഇയർലി റിട്ടയർമെന്റ് അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ടൈം അത് എൻഗേജ് നിൽക്കണം. ഒരു വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ പിന്നെ 60, 50, 55, 60 വയസ്സ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് റിട്ടയർമെന്റ് ആവാൻ പറ്റുള്ളൂ. അതുവരെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യേണ്ട ടൈമൊക്കെ ആ സമയത്ത് കഴിഞ്ഞു കാണും. പിന്നെ കുറച്ച് റിട്ടയർമെന്റ് കാശും കിട്ടും, അപ്പോഴേക്ക് അസുഖവും വരും. നമുക്ക് എന്തായാലും അവിടെ ആ കാശ് കൊണ്ടോ ഒന്നും എവിടെ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 3 to 5 ഇയറിൽ ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റം, നമ്മുടെ നെറ്റ്വർക്ക് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നമ്മളില്ലെങ്കിൽ ആ ബിസിനസ് നടന്നുകൊണ്ടിരിക്കും. നമ്മളിപ്പോ ഏകദേശം ആ പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. കാരണം നമ്മൾ 3.5 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3.5 വർഷത്തിൽ ആദ്യം ഒരു 1.5 വർഷത്തിൽ എന്തോ ട്രെയിനിങ് പോലെ തന്നെ വീട് എന്ന് പറയാം. നമ്മുടെ എക്സ്പീരിയൻസ് ബിസിനസ് വലിയ ഡെവലപ്പ് ആകാതെ പോയിരുന്നു. ഓക്കെ. അപ്പോൾ പക്ഷേ ഏകദേശം 2.5 വർഷം നമ്മൾ ശരിക്കും നല്ല ഫാസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പിന്നെ ഇപ്പൊ നമ്മുടെ പാസീവ് ഇൻകത്തിലോട്ട് പാസ്സായി കഴിഞ്ഞു. പാസീവ് ഇൻകത്തിലോട്ട് ആദ്യം ആക്റ്റീവ് ഇൻകം മാത്രമായി. പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയായിരുന്നില്ല. ഇതിലൂടെ വന്നതിന് ശേഷം എനിക്ക് നല്ലൊരു എന്താ പറയാ, എന്നോട് ഫസ്റ്റ് ഇരുത്തി എന്റെ അപ്ലൈൻ ചോദിച്ചതെന്ന് വെച്ചാൽ സുരേഷിന് എന്താ ഇവിടെ വേണ്ടത്. ഇതാണ് തന്നെയാണ് നേരത്തെ പറഞ്ഞത്. നമ്മൾ എല്ലാവരോടും ചോദിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് ഇവിടെ ആവശ്യം എന്നുള്ളത് ചോദിക്കണത് ആൾക്കാരോട്. അപ്പോൾ നമുക്കറിയാം നമുക്ക് ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞു. എനിക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലെ ആവശ്യമാണ് ഇവിടെ ഉള്ളത്. എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓക്കെ. ഞാനിപ്പോ സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം എന്നെ ഇരുത്തി ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച്. ഇപ്പോ അശ്വിനി ഇപ്പൊ ട്രെയിനിങ് കൊടുക്കുന്നത് കൂടെ വന്നവർക്ക് പ്ലാൻ പ്രസന്റേഷൻ ട്രെയിനിങ് വിളിച്ചിരുത്തി കൊടുക്കുന്നുണ്ട് പ്ലാൻ. അതേപോലെ തന്നിട്ട് എനിക്ക് പിന്നെ അവരെന്നെ സംസാരിക്കുന്നത് ഇരുത്തിച്ചു. ഒരുപാട് ട്രെയിനിങ്ങുകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്നു. ഞാൻ വളരെ ടോട്ടലി ചേഞ്ച് ആയി. ഇത് ഈ ചേഞ്ചസ് എന്റെ കമ്പനിയിൽ വന്നപ്പോൾ എനിക്ക് കമ്പനി അവിടെ പ്രൊമോഷൻ കിട്ടി. കമ്പനിയിൽ നിന്നും സാലറി പ്രൊമോഷൻ ഒക്കെ കിട്ടി. കാരണം എന്റെ പെർഫോമൻസിൽ ഒരു മാറിക്കഴിഞ്ഞു. ഇപ്പൊ ഇതിലുണ്ട് കേട്ടോ. ഇപ്പൊ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനിത് ഒരാളെ പേരെടുത്ത് പറയുന്നില്ല. വളരെ മാറ്റത്തിലുണ്ട്. മീറ്റിംഗ് സംസാരിക്കാത്ത ഒരു വ്യക്തികൾ നല്ല സംസാരിക്കുന്നുണ്ട് ഇവിടെ. കാരണം ഇത് നമ്മുടെ പ്ലാറ്റ്ഫോമാണ്. എനിക്ക് സംസാരിക്കാനുള്ള വേദിയാണെന്നൊരു രീതിയിലാണ് ആൾക്കാർ നമ്മൾ സംസാരിക്കുന്നത്. കാരണം എനിക്കിവിടെ എന്ത് റൈറ്റ്സ് ഉണ്ട് അതേ റൈറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സംസാരിക്കാനുണ്ട്. കാരണം ഞാനൊരു വെസ്റ്റീജ് കമ്പനിയുടെ ഈ കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. നിങ്ങളും ആണ്. അപ്പൊ നിങ്ങൾക്കും അതിന് അവസരം ഉണ്ടാവും. ഓരോ ആൾക്കാർക്കും എല്ലാം സെയിം. ഓക്കെ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ വ്യക്തിത്വ വികസനം പേഴ്സണൽ ഡെവലപ്മെന്റ് എത്രമാത്രം കൂട്ടുന്നു അത്രയും മാത്രം നമ്മൾക്ക് എന്താ പറയാ നല്ലൊരു ബിസിനസ്സും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താ ചെയ്യുന്നത്, ബിസിനസ് ആയിക്കോട്ടെ ജോലി ആയിക്കോട്ടെ, അതും കൂടി വല്ല ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ മനസ്സിന്റെ ശാന്തി എന്ന് പറയുന്നില്ല, അതും കൂടി നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. ട്രാവൽ അറൗണ്ട് ദ വേൾഡ് ഞാൻ പറഞ്ഞിരുന്നു, നേരത്തെ കാണിച്ചിരുന്നു അല്ലെ. ഒരുപാട് മിക്ക ആൾക്കാർ നമ്മൾ അടുത്തുള്ള ചുറ്റുവട്ടത്തായിരിക്കും ട്രാവൽ ചെയ്യുക അല്ലെ. പക്ഷേ നമ്മുടെ ഈ ഇതിലാണെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ ടൂറുകളും ഒക്കെ നമുക്ക് ഇവിടെ പോകാനുള്ള അവസരമുണ്ട്. കമ്പനി സിൽവർ ഡയറക്ടർ എന്ന ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കമ്പനി എല്ലാ മാസത്തിലും ഒരു ട്രാവൽ ഫണ്ട് നമുക്ക് തരുന്നതായിരിക്കും. നമ്മുടെ താഴെ നടക്കുന്ന ബിസിനസ്സിനനുസരിച്ചിട്ട് ട്രാവൽ ഫണ്ട് നമുക്ക് തരുന്നതായിരിക്കും. ഇപ്പൊ ഞാനാണെങ്കിൽ ഫസ്റ്റ് ഇതിൽ ബ്രോൺസ് ഡയറക്ടറായി, ഞാനും അശ്വിനിയും ബ്രോൺസ് ഡയറക്ടറായി. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ സിൽവർ ഡയറക്ടറായി. സിൽവർ ഡയറക്ടർ ആയപ്പോൾ നമ്മൾ ട്രാവൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ സിൽവർ കഴിഞ്ഞ് ഗോൾഡ് ഡയറക്ടറായി. ഗോൾഡ് കഴിഞ്ഞപ്പോൾ പിന്നെ സ്റ്റാർ ഡയറക്ടറായി. സ്റ്റാർ ഡയറക്ടർ ആയപ്പോൾ കാർ ഫണ്ട് കൂടി സ്റ്റാർട്ട് ചെയ്തു അല്ലെ. കാർ ഇപ്പൊ മന്ത്ലി നമുക്ക് ട്രാവൽ ഫണ്ട് വരുന്നുണ്ട്, കാർ ഫണ്ട് വരുന്നുണ്ട്. ഇനി ഹൗസ് ഫണ്ടിലോട്ടാണ് മൂവ് ചെയ്യാൻ പോകുന്നത്. ക്രൗൺ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ഹൗസ് ഫണ്ട് എന്ന ലെവലിൽ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ അത്രയ്ക്കും സാധ്യതയുള്ളതാണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഇവിടെ നേടിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ആദ്യം സ്റ്റാർട്ടിംഗ് ഒരു ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഹെൽപ്പിംഗ് ടു അതേഴ്സ്. ഞാൻ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കുറച്ച് പേരിലോട്ട്, വളരെ കുറച്ച് ആൾക്കാരിലോട്ട് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. അതിലൂടെ ഇന്നേക്ക് 5000-ൽ കൂടുതൽ ആൾക്കാർ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടെ 5100 സംതിങ്. അപ്പോൾ അത്രയും എനിക്ക് 2-3 ആൾക്കാരോട് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഫാമിലിയിലോട്ട് ഇന്ന് വരുമാനം എത്തുന്നുണ്ട്, എത്ര ഫാമിലിയിലോട്ട് ഇന്ന് പിന്നെ ഹെൽത്ത് ഇഷ്യൂ ക്ലിയർ ആവുന്നുണ്ട്, എത്ര ഫാമിലി ഹാപ്പിയാണ് അല്ലെ, എത്ര ഫാമിലി നമ്മുടെ ബ്ലസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കിട്ടുന്ന നമുക്കൊരു ഏണിങ്സ് ആണ് അല്ലെ. നമ്മുടെ ഏറ്റവും പിന്നെ നല്ല കാര്യങ്ങൾ നമുക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ്.
എനിക്കല്ല, എനിക്ക് മാത്രം കിട്ടിയാൽ മതി ബിസിനസ്, എനിക്കാണ് വേണ്ടത്, വരുമാനം എന്ന് ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്നും ആവില്ല. നമ്മളെ കൂടെ വന്നവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അതിന്റെ ബെനിഫിറ്റ്സ്, അതായത് നമുക്ക് അതിന്റെ ബിസിനസ് നമുക്ക് കിട്ടും. റിട്ടേൺസ് എന്ന് പറഞ്ഞില്ല, നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ട് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ച് അതിന്റെ റിട്ടേൺസ് വരും എന്ന് പറയുന്നില്ല. ഇവിടെ യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്ക് ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇതിൽ മനസ്സിലാവും. ഇത് പഴയ ലീഡേഴ്സിനൊക്കെ ഇത് 100% തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ലീഡേഴ്സുമാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വരുന്നത്, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കമ്പനിയെ പരിചയപ്പെടുത്താം. കമ്പനിയുടെ പേര് വെസ്റ്റീജ് ആണ്, വെസ്റ്റീജ് മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പൊ ഇതില് പിന്നെ 2004 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഡൽഹിയിൽ ഒരു 10 പ്രൊഡക്റ്റും 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. മനസ്സിലായില്ലേ, 2004. പക്ഷെ ഈ സമയത്താകുമ്പോഴേക്കും ഒരുപാട് 450 കൂടുതൽ പ്രൊഡക്റ്റ് കമ്പനിക്ക് ഉണ്ട്. 21 വർഷമായ 450 കൂടുതൽ പ്രൊഡക്റ്റ് കമ്പനിക്ക് ഉണ്ട്, ഓൺ പ്രൊഡക്റ്റ്. പിന്നെ അതുപോലെ തന്നെ 5000 കൂടുതൽ ഓഫീസസ്, 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടർ എത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ, 21 വർഷമായിട്ട്. അതായത് കമ്പനിയുടെ ഗ്രോത്ത് അറിയാലോ. കമ്പനിയുടെ അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ കൂടെ നിൽക്കുന്നതും, ഇത്രയും ഡിസ്ട്രിബ്യൂട്ടർ വന്നതും, ഇത്രയും ഓഫീസുകൾ ഓപ്പൺ ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, കമ്പനിയുടെ അപ്പൊ മഹത്വം, ഇതിന്റെ ഇത് സ്റ്റാൻഡേർഡ് മനസ്സിലായില്ലേ. അപ്പൊ അത്രയ്ക്കും പിന്നെ ഓരോ പ്രൊഡക്റ്റുകൾ റിസർച്ച് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് കമ്പനി നമുക്കൊക്കെ തരുന്നത്. റിസർച്ച് സെന്റർ ഒക്കെ ഉണ്ട് കമ്പനിക്ക്. ഓക്കെ, ഫൗണ്ടേഴ്സ് മിസ്റ്റർ ഗൗതം ബാലി, മിസ്റ്റർ കൻവർ സിംഗ്, അതുപോലെ തന്നെ ദീപക് സൂദ്, 3 പാർട്ട്നേഴ്സാണ് കമ്പനിക്ക് ഉള്ളത്. വളരെ ഹൈ ഗ്രോത്തിൽ പോകുന്നത് ഇന്ത്യൻ നമ്പർ 1 ഡയറക്ടർ സെല്ലിംഗ് കമ്പനി. അതായത് വേൾഡിലെ 38 കമ്പനി എടുക്കുകയാണെങ്കിൽ, നമ്മുടെ വേൾഡ് 100 കമ്പനി എടുക്കുകയാണെങ്കിൽ നമ്മുടെ വെസ്റ്റീജ് കമ്പനി 32ാം പ്ലേസിലാണുള്ളത്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ഒരു കമ്പനി മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ, അതിൽ വെസ്റ്റീജ് ആണ്. അപ്പൊ അത്രയ്ക്കും പിന്നെ ഫാസ്റ്റ് ഗ്രോയിങ് കമ്പനിയാണ്. ഇപ്പൊ നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യാൻ പറ്റും. സൗദി, UAE, ഐവറി കോസ്റ്റ്, ബംഗ്ലാദേശ്, തായ്ലാന്റ്, ഗാന, ഇവിടെ ഫിലിപ്പീൻസ് ഒക്കെ ബിസിനസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമ്മുടെ സിംഗപ്പൂരിൽ നമ്മുടെ ബിസിനസ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് അവിടെ ബിസിനസ് ഗ്രോ ആയിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ ലീഡേഴ്സ് അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാൾ അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മളെ ടീമിൽ തന്നെയുള്ള ആളെ അസോസിയേറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ അവർ കൊറിയർ ത്രൂ കൊണ്ടുപോവാണ് ചെയ്യുന്നത് ഇന്ത്യയിൽ. അങ്ങനെ അവരവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യും. നമ്മൾക്ക് വെസ്റ്റീജ് കമ്പനി ഓഫീസ് ഒന്നും ആവശ്യമില്ല, എവിടെയും നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്. UAE ചെയ്യുന്നുണ്ട്, ഞാൻ ദുബായിൽ ഇരുന്നുകൊണ്ട് എവിടേക്കോ ബിസിനസ് ചെയ്യുന്നുണ്ട്, അല്ലെ? നിങ്ങൾക്കും കുറെ ആൾക്കാർ ഇപ്പൊ ഇതില് പിന്നെ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് UAE കുറെ ആൾക്കാരെ കണക്ട് ആക്കിയിട്ടുണ്ട് ബിസിനസ്സിലോട്ട്. അത്രയ്ക്കും ഫാസ്റ്റ് ഗ്രോയിങ് ബിസിനസ് ആണ്. നമുക്കറിയാം ഈ ബിസിനസ്സിന്റെ ചെറിയൊരു ഐഡിയ തരാം എന്താ ബിസിനസ് എന്നുള്ളത്. നമ്മൾ സാധാരണ ഇപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ വീട്ടിൽ വാങ്ങുന്നത് എങ്ങനെയാ? ട്രഡീഷണൽ മാർക്കറ്റിംഗ് അല്ലേ? അതായത് പിന്നെ നമ്മുടെ ഇപ്പോ സോപ്പോ പേസ്റ്റോ എന്ത് സാധനങ്ങൾ വാങ്ങുന്നതും ഒരു ഫാക്ടറിയിൽ നിന്ന് നമ്മൾക്ക് C&F, സൂപ്പർ സ്റ്റോക്ക് ലിസ്റ്റ്, ഹോൾസെയിലർ, റീറ്റെയിലർ, അങ്ങനെ കുറേ ആൾക്കാർ കൈമാറിയാണ് നമ്മുടെ കസ്റ്റമറെ നമ്മൾക്ക് എത്തുന്നത്. ഷോപ്പിൽ പോയി വാങ്ങുമ്പോഴേക്കും അതിന് ഇടനിലക്കാർ കുറേ ആൾക്ക് കമ്മീഷൻ കൊടുത്ത് കൈമാറിയാണ് വരുന്നത്, അല്ലെ? അതുകൂടാതെ ഇത് TV പരസ്യം കാണുന്നില്ലേ, അവർക്കും കൊടുക്കണം. മോഹൻലാലും, മമ്മൂട്ടിയും, ഐശ്വര്യ അവരൊക്കെ പരസ്യം കാണിക്കുന്നുണ്ട്, അല്ലെ? അവരൊക്കെ പരസ്യത്തിന് അതിനും കൂടി അവർക്കും കാശ് കൊടുക്കും. അതൊക്കെ നമ്മുടെ തലയിലാണ് കിട്ടുന്നത് കാശ്. അതിന്റെയൊക്കെ ഇത് കൊടുക്കുന്നത് പിന്നെ ലെവലിറ്റി നമ്മുടെ തല വരുന്നത്. അതായത് 100 രൂപക്ക് സെയിൽ ചെയ്യുന്ന സാധനം അവിടെ 40 രൂപക്ക് പോയിട്ട് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് വാങ്ങിയാലും ഫാക്ടറിയൊക്കെ ലാഭമാണ്. 60% പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കാണ്. മനസ്സിലായില്ലേ? അപ്പൊ 60% നമ്മൾ വെറുതെ കാശ് മറ്റുള്ളവർക്ക് പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഡയറക്റ്റ് സെല്ലിങ്ങിലോട്ട് വരുമ്പോൾ, ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് കമ്പനി ഡയറക്റ്റ് നമ്മളോട് സെല്ല് ചെയ്യണം കേട്ടോ, കസ്റ്റമറിലോട്ടാണ്. നമ്മുടെ ഈ സാധനം വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് സെല്ല് ചെയ്യുന്നതല്ല ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. നാട്ടിൽ ഒരുപാട് സ്ഥലത്ത് റോങ് ആയ രീതിയിൽ ചെയ്യുന്നുണ്ട്. സാധനങ്ങൾ വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് സെല്ല് ചെയ്യുക, അതിനെ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതല്ല ശരിക്കും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കമ്പനി ഡയറക്റ്റ് കൺസ്യൂമറിൽ എത്തുന്നു, അതായത് ഡയറക്റ്റ് നമ്മളോട്ട് എത്തുന്നു. അതാണ് ഇവിടെ. അപ്പൊ എന്ത് ചെയ്യുക? ഇടനിലക്കാരില്ല, പരസ്യക്കാരില്ല, ആരുമില്ല. ഇവിടെ ഞാനിപ്പോ പരസ്യം പറഞ്ഞ ഞാനാണ്, പുതിയ ആൾക്കാരോട് ഞാൻ പറയുകയാണെങ്കിൽ പരിചയപ്പെടുന്നതാണ് പ്രൊഡക്റ്റ്. അപ്പൊ എന്ത് ചെയ്യുക? ഈ 60% സേവ് ചെയ്യുന്ന പൈസ കൺസ്യൂമറായി നമ്മൾക്ക് എല്ലാവർക്കും ഡിവൈഡ് ചെയ്താണ് കമ്പനി ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കമ്പനിക്ക് യാതൊരു നഷ്ടവുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് 21 വർഷമാകുമ്പോഴേക്കും കമ്പനി വളരെ നല്ലൊരു ഗ്രോത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ ക്ലിയർ ആയിട്ട് ലാസ്റ്റിന്റെ ഡൗട്ടിന് ചോദിക്കാം കേട്ടോ ആൾക്കാർക്ക്. എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതിന്റെ ക്വസ്റ്റ്യൻ അല്ല നെക്സ്റ്റ് വരിക. ചേഞ്ച് യുവർ ഷോപ്പ്, ചേഞ്ച് യുവർ ലൈഫ്. അതായത് നമ്മുടെ 450 പ്രൊഡക്റ്റ് ബിസിനസ്സിലുണ്ട്. അഗ്രി പ്രൊഡക്റ്റ് അറിയാലോ, നമ്മൾക്കിപ്പോ വലിയ വലിയ കുന്നുമലകളിലൊക്കെ നമുക്ക് പിന്നെ കൃഷി ഉണ്ടല്ലേ, അവിടേക്ക് ഇപ്പോ കുറെ വളങ്ങൾ ചുമന്നു പോകേണ്ടതും അതും ഇതൊക്കെ വളരെ പിന്നെ ഡിഫിക്കൽട്ട് ആണ്, കുറെ പണിക്കാരെ കിട്ടത്തില്ല. പക്ഷെ നമ്മുടെ വെസ്റ്റീജില് കമ്പനി ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, അതായത് അഗ്രി പ്രൊഡക്റ്റ്. അത് വളരെ കുറച്ച് അളവിൽ ഉപയോഗിച്ചു നമ്മൾക്ക് വളരെ
നാനോ ടെക്നോളജിക്ക് ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ നല്ലൊരു ഗ്രോത്ത്, നല്ലൊരു റിസൾട്ടിന്റെ പ്രൊഡക്റ്റുമാണ്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെലവ് കുറച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കൃഷി അഗ്രികൾച്ചറൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിലോട്ട് മൂവ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്യൂട്ടി കോസ്മെറ്റിക്സ്, ബ്യൂട്ടി ഐറ്റംസ്, ബ്യൂട്ടി ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല, അത് ആ കാറ്റഗറി ഉണ്ട് പോകുന്നവർക്ക്. പിന്നെ ഫുഡ് സപ്ലിമെന്റ്, നമുക്ക് അറിയാമല്ലോ, നമുക്ക് മിനറൽസ് പിന്നെ പ്രോട്ടീൻ ഒക്കെ കുറവുകൊണ്ട് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. അത് പിന്നെ നികത്താൻ വേണ്ടിയിട്ട്, അല്ലാതെ നമ്മുടെ ആരോഗ്യം, നല്ല ഹെൽത്തി ഉള്ള ആരോഗ്യം കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് മെയിനായിട്ട് സപ്ലിമെന്റ് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ പിന്നെ ഈ ഫുഡ് സപ്ലിമെന്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അസുഖമൊന്നും വരില്ല. കാരണം അവർ പ്രോട്ടീനും പിന്നെ മിനറൽസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ലൈഫ് ആണ് അല്ലെ, എക്സസൈസും ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഷോപ്പ് ചേഞ്ച് ചെയ്യുന്നതോടെ നമ്മൾക്ക് ഇപ്പോ സോപ്പ് ആയിക്കോട്ടെ, പേസ്റ്റ് ആയിക്കോട്ടെ, ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ, പിന്നെ അങ്ങനെയുള്ള ഐറ്റംസ് എന്തൊക്കെ വെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് ചേഞ്ച് ദ ഷോപ്പ്, അതോടെ നമ്മുടെ ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ മറ്റൊരു ഷോപ്പ് ബെസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ ബെസ്റ്റ് ചെയ്യുന്ന തന്നെ വാങ്ങും, ഈ പ്രൊഡക്റ്റുകൾ മറ്റേ കമ്പനിയിൽ നിന്ന്, ആ ഐറ്റംസ് നമ്മൾ മറ്റേ കമ്പനിയിൽ ഉപയോഗിക്കില്ല. അത്രേ ഉള്ളൂ. കൺസ്യൂമർ ബെനിഫിറ്റ്, നമ്മുടെ എന്താണ് ഇതിന് ബെനിഫിറ്റ് ഉള്ളത്? അതായത് 10 മുതൽ 20% വരെ നമുക്ക് പിന്നെ ബെനിഫിറ്റ് ഇവിടെ കുറഞ്ഞ പ്രൈസാണ് കമ്പനി തരുന്നത്. അതുകൂടാതെ പർച്ചേസ് ഓഫർ, റീപർച്ചേസ് ഓഫർ അപ് ടു 10%. നമ്മുടെ ഓരോ പ്രാവശ്യം പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും അത് 10%, അതായത് ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കമ്പനി തരുന്നുണ്ട്. നമുക്ക് ഏതാ ഫ്രീ പ്രൊഡക്റ്റ് ഐറ്റംസ് വേണ്ട നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ക്യാഷ് ബാക്ക് 5 to 16%, 5 മുതൽ 16% നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് തരുന്നുണ്ട്. അതായത് എല്ലാ മാസവും 10-ാം തീയതി നിങ്ങൾ എന്തൊക്കെ സാധനം വാങ്ങി, അതുകൂടാതെ നമ്മുടെ കൂടെ വന്ന ഓർഗനൈസേഷൻ വന്നവർ ആരെന്തൊക്കെ വാങ്ങി, അതിൻ്റെയൊക്കെ ഒരു 5 to 16% നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അത് എല്ലാ മാസം 10-ാം തീയതി നമ്മുടെ ബാങ്കിൽ ക്രെഡിറ്റ് ആവും. 9-ാം തീയതി നമ്മുടെ അപ്ലിക്കേഷൻ കാണിക്കും, 10-ാം തീയതി ക്രെഡിറ്റ് ആവും. അല്ലെ, പഴയ ആൾക്കാർക്ക് മനസ്സിലാവും അത്. പിന്നെ മണി ബാക്ക് ഗ്യാരണ്ടി 100%. അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, നമുക്ക് പറ്റിയതല്ല എന്നുണ്ടെങ്കിൽ കമ്പനി റിട്ടേൺ ചെയ്യും. റിട്ടേൺ പോളിസി അതിൽ തന്നെ പ്രൊഡക്റ്റ് എഴുതിയിട്ടുണ്ട്, തിരിച്ചു കൊടുക്കാവുന്നതാണ്. GST കഴിച്ചിട്ടുള്ള കാശ് നമുക്ക് കമ്പനി തിരിച്ചു തരും. ഓക്കെ, അപ്പൊ ഇതില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇതുവരെ കൊടുത്തിട്ട് സജസ്റ്റ് ചെയ്തിട്ടോ ആരും ഒരാൾ റിട്ടേൺ ചെയ്തിട്ടില്ല പ്രൊഡക്റ്റ്. കാരണം കമ്പനി അത്രയും ഗ്യാരണ്ടീഡ് പ്രൊഡക്റ്റ് ആണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ മൗത്ത് ടു മൗത്ത് ആണ്. ഇതിൽ പരസ്യക്കാരോ ഇടനിലക്കാരൊന്നും ഇല്ല. പരസ്യക്കാരില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെയാണ് പറഞ്ഞിട്ടാണ്, നമ്മൾ ഉപയോഗിച്ച് അതിന്റെ എക്സ്പീരിയൻസ് മറ്റുള്ള ഷെയർ ചെയ്യുമ്പോഴാണ് അവർ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ച് അല്ലെങ്കിൽ സിനിമ കണ്ട് അതിന്റെ നല്ലതാണെന്ന് പറയുമ്പോൾ അടുത്തൊരാളും കൂടി അവിടെ പോവില്ലേ, പോയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ അവിടെ സിനിമ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് അതുകൊണ്ട് ഒരു കാര്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾക്ക് ഈ മൗത്ത് ടു മൗത്ത് പറയുമ്പോൾ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അവർ പറയുമ്പോൾ അവരെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വന്നിട്ട് വരുമാനം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ഗ്യാരണ്ടീഡ് പ്രൊഡക്റ്റ് മാത്രമേ മറ്റുള്ളൂ പറയാൻ പറ്റുള്ളൂ. അപ്പൊ കമ്പനി അത്രയ്ക്കും കെയർ ചെയ്താണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. കൺസിസ്റ്റൻസി ഓഫർ 2800 മുതൽ 3200 വരെ. അതായത് നമ്മുടെ 4 മാസം തുടർച്ചയായിട്ട് ഏകദേശം 2800 3200 പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ 5-ാമത്തെ മാസം അത് നമ്മൾക്ക് 2515 രൂപ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കമ്പനി തരുന്നുണ്ടായിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഓരോ മാസം വാങ്ങുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്, 10-ാം തീയതി ബോണസ് കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് പിന്നെ നമുക്കുള്ളത്. ഓക്കെ, 100 PB പ്രൊഡക്റ്റ് ആണ് ഫ്രീ ആയിട്ട് കിട്ടുക, അതായത് 2515 പ്രൊഡക്റ്റ്. പിന്നെ 100 PB 4 മാസം വാങ്ങുമ്പോൾ 5-ാമത്തെ മാസം 2515 പ്രൊഡക്റ്റാണ് കിട്ടുക. 50%, അതായത് നമുക്ക് ശരിക്കും കൂട്ടി കാൽക്കുലേറ്റ് ചെയ്താൽ പകുതി പൈസക്കാണ് സാധനങ്ങൾ കിട്ടുന്നത്. ഇതില് പിന്നെ പാസീവ് ഇൻകം ഉണ്ടാക്കുന്ന, ആക്റ്റീവ് ഇൻകം ഉണ്ടാക്കാൻ നമുക്ക് ഇവിടെ സാധിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് അറിയാലോ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ, ഇപ്പോഴത്തെ ഇതൊക്കെ അറിയാം. ഏടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. എല്ലാം ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ E-commerce ആണ്. എല്ലാവരും ഓൺലൈനാണ് പ്രൊഡക്റ്റുകൾ വാങ്ങുന്നത് അല്ലെ, E-commerce തന്നെയായി എല്ലാവരും സംഭവിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനി വരുന്നത് സ്കൂളിൽ ഇപ്പോൾ +2 ഒരു പാഠപുസ്തകമുണ്ട്, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോ പിന്നെ അതുപോലെ തന്നെ MBA ഒക്കെ പഠിക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എല്ലായിടത്തോട്ടും മാറി വന്നു. കുറച്ച് കാലം കഴിയുമ്പോൾ എല്ലാവരും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലോട്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഈ ബിസിനസ്. പക്ഷെ നിങ്ങൾ ഇപ്പോഴെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദി വെൽനസ് റെവല്യൂഷൻ പുസ്തകത്തില് പേഴ്സൺ ബിൽസർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അമേരിക്കൻ എക്കോണമിസ്റ്റ് ആണ്. നേരത്തെ പറഞ്ഞിരുന്നത് ഇനി വരുന്ന ഒരു IT യുഗം എന്നാണ്. അദ്ദേഹം പറഞ്ഞ കറക്റ്റ് ആണ്. IT യുഗമാണ് അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ, ഫോണും അതും ഇതും ഒക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, ആ യുഗങ്ങളാണ്. പക്ഷെ ഇനി വരുന്ന യുഗം വെൽനസ് യുഗം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വെൽനസ് എന്ന് പറഞ്ഞാൽ എന്താ? യോഗ, ജിമ്മ്, മെഡിറ്റേഷൻ, അല്ലെ, അതുപോലെ തന്നെ വാട്ടർ ഇൻഡസ്ട്രി, ഫുഡ് ഇൻഡസ്ട്രി ഒക്കെ ഇതൊക്കെ അടങ്ങിയതാണ് പിന്നെ വെൽനസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മുടെ ബിസിനസ്സിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വാട്ടർ ഇൻഡസ്ട്രി ഉണ്ട്, ഫുഡ് ഇൻഡസ്ട്രി ഉണ്ട്, അതുപോലെ തന്നെ വെൽനസിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പൊ അതൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ബിസിനസ്സും ചെയ്യുന്നത്. അപ്പൊ മുൻകൂട്ടി എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബിസിനസ് അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫീച്ചർ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ഇത് 1.5 മണിക്കൂറിന്റെ പ്ലാനാണ്, വളരെ ഷോർട്ടായിട്ട് പറഞ്ഞതാണ്. ഓക്കെ,
പുതിയ ആൾക്കാർ കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം, പഴയ ആൾക്കാർക്കും ഡൗട്ട് ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ, ആർക്ക് വേണമെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ചോദിക്കാവോ? ജിനു മേഡത്തിന് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ 1-2 പ്രാവശ്യം കേൾക്കും, ക്ലിയർ ആവും കേട്ടോ. ഇന്ന് 9 മണിക്ക് നമ്മുടെ പ്രസന്റേഷൻ ഉണ്ട്. ഓക്കെ സർ. 9 മണിക്ക് നമ്മുടെ ഷാജി സാറാണ് പ്രസന്റേഷൻ എടുക്കുന്നത്. അപ്പോൾ അവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ അശ്വിനി ആണെങ്കിൽ എല്ലാ ദിവസവും പ്ലാൻ എടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ചെറിയ പ്ലാനാണ്. കുറച്ച് ആൾക്കാരാകുമ്പോൾ ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അതിലുണ്ട് 9 മണിക്ക്. പക്ഷെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും, 100 ആൾക്കാരുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ജിനു മേഡം? ഇല്ല, ഞാനിപ്പോ ജോയിൻ ആയിട്ടില്ലല്ലോ. ശരി, ഓക്കെ. ഡൗട്ട്, ഒരാൾ ഡൗട്ട് ചോദിക്കുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ മറ്റുള്ളവർക്കും കൂടി മനസ്സിലാവും, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ ഗാലക്സി ഒരു ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? പറയാവോ, ചോദിക്കാവോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ പിന്നെ 9 മണിക്കത്തെ ഒരു പ്രസന്റേഷൻ ഉണ്ട്, അതും കൂടി അറ്റൻഡ് ചെയ്യൂ. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ്. അപ്പൊ അതും കൂടി അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, റോബിൻ സാർ പഴയ ആളാണ്, ഒരുപാട് പ്രസന്റേഷൻ കേട്ടതാണ്. പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് വളരെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. ബസമ്മ മേഡം ആയിക്കോട്ടെ, അവർക്കും സെയിം ആണ്. സുലേഖ മാഡം വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പിലോട്ട് വന്നിരിക്കുകയാണ്, പ്രസന്റേഷനിലോട്ട് പോവാണ്. പിന്നെ മിനിമേഡ് ആണെങ്കിൽ നമ്മുടെ ബിസിനസ്സിന്റെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പിന്നെ നല്ല ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ലീഡർഷിപ്പിലുള്ള ആളാണ്. ജിനു മേഡം കുറച്ച് ദിവസമായിട്ട് ജോയിൻ ആയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് സീരിയസ് ആയിട്ട് മീറ്റിങ്ങിലോട്ടൊക്കെ വന്നിരിക്കുന്നത്. ഒരു കാര്യങ്ങൾ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ചപ്പോൾ അതിന്റെ സാധ്യതകൾ മനസ്സിലായി. ഓക്കെ, തമിഴ്നാട്ടിൽ നിന്ന് അവര് ഇന്നലെ ഉച്ചയ്ക്ക് ഓർഡർ ചെയ്ത സാധനം ഇന്ന് രാവിലെ എത്തിയപ്പോൾ അവർ വളരെ ഹാപ്പി ആയി. കാരണം ഇത്രയും പെട്ടെന്ന് ഈ പ്രൊഡക്റ്റ് ഒക്കെ ഇവിടെ എത്തിക്കുന്നു വെച്ചിട്ട്. ഞാൻ പറഞ്ഞു തമിഴ്നാട്ടിലാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് ബിസിനസ് ഗ്രോ ആവുന്ന സ്ഥലമാണ്. അപ്പൊ അതിനെ അവർ ഭയങ്കര അവിടെ വാല്യൂ. ഞാന് ഞെട്ടിപ്പോയി സാറ്, സത്യം പറഞ്ഞ. ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് പോയി, അപ്പൊ തന്നെ കൊറിയറിന് രാവിലെ തന്നെ വിളി വന്നു ഹസ്ബൻഡിനെ. വരുമ്പോ ബോക്സ് ആയിട്ട് വരുന്ന ഞങ്ങൾക്ക് പെട്ടെന്ന് ഇന്ന് വരുന്നില്ല. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞത് അവര് ഞങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടില്ല എന്നാണ് സത്യം പറഞ്ഞത്. ഓക്കെ, അത് ഇന്ന് ഉച്ചയ്ക്ക് പറയൂ. പിന്നെ ആള് പോയി മേടിച്ചു കൊണ്ടുവന്നപ്പോഴാണ് ആൾക്കും മനസ്സിലായി ഇന്നലെ ഓർഡർ ചെയ്തത് ഇത്രയും വേഗം ഡെലിവറി ആവണമെന്ന്. അതെ, തീർച്ചയായിട്ടും നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ഓർഡർ ചെയ്ത സാധനം ഇന്ന് പിന്നെ രാവിലെ അവരെ ചെന്ന് വിളിക്കുകയാണ്, നിങ്ങൾ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത്രയ്ക്കും എല്ലാവരും പിന്നെ എന്താ പറയുക ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സർവീസിലോട്ട് പോകുന്നുണ്ട്. ചില കുറച്ച് ഏരിയയിൽ പ്രൊഡക്റ്റ് എത്താൻ ഡിലേ ആവുന്നുണ്ട്. പിന്നെ പോസ്റ്റൽ സർവീസ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഷോപ്പുകളിൽ പോയി വാങ്ങാനുള്ള അവസരങ്ങളുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് എവിടെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കമ്പനി എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ആ രീതിയിലൊക്കെ കമ്പനി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എവിടെയാണ് പ്രോബ്ലം, പിന്നെ കമ്പനി വേറെ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം, ഇമെയിൽ ഐ ഡി ഉണ്ട്. എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഈ പ്രൊഡക്റ്റ് കിട്ടാൻ ലേറ്റായി അല്ലെങ്കിൽ ഇത് എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്നിട്ട് ഇമെയിൽ അയച്ചു കമ്പനി അപ്പം റെസ്പോണ്ട് ചെയ്യും, അതൊന്നും ഡിലേ ചെയ്യില്ല. ഇമെയിൽ ഐ ഡി ആർക്കെങ്കിലും വേണമെങ്കിൽ ചെയ്തു തരാം. ഇപ്പൊ ആരെങ്കിലും ബാങ്ക് അക്കൗണ്ട് കണക്ട് ആക്കിയിട്ടില്ലെങ്കിൽ എന്റെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് പാൻ കാർഡ് ഒന്ന് കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മെയിൽ അയച്ചാണ് കമ്പനിക്ക്. ഇതൊന്നും ആർക്കും എനിക്കൊന്നും അയച്ചു തരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും പാൻ കാർഡൊന്നും നേരിട്ട് കമ്പനിക്ക് മെയിൽ അയക്കാം, അവർ അയച്ചു തരും. അത് കണക്ട് ആക്കിയിട്ട് പിന്നെ ഇല്ല വരുമാനം എല്ലാ മാസം 10-ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. അഥവാ നിങ്ങൾ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ 500 രൂപ ആകുമ്പോഴേക്കും നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ചെക്കുമായിട്ട് വരും. കമ്പനി നിങ്ങൾ 1 രൂപ പോലും കമ്പനി കയ്യിൽ വെക്കൂല. മനസ്സിലായില്ലേ? അപ്പൊ അത്രയ്ക്കും ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്, വേറെ ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാവോ? ബസിമ മേഡം ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ബസിമ മേഡം കുറച്ച് ആയി ജോയിൻ ആയിട്ട്, വളരെ സീരിയസ് ആണ് അവരും അതേപോലെ പ്രൊഡക്റ്റിന്റെ എക്സ്പീരിയൻസ് തന്നെയാണ് അവർക്കും ഈ ബിസിനസ് സീരിയസ് ആക്കിയവരെ. ഡൗട്ടൊന്നുമില്ല, ഒക്കെ സൂപ്പറാണ്. അതല്ലേ? ഓക്കെ, ക്ലിയർ. ഓക്കെ, അവര് കുറച്ച് നമ്മുടെ പിന്നെ മലപ്പുറമാണ്, അവര് കുറച്ച് ഫിസിക്കൽ മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്തു. അവിടെ DLCP മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ പോയി മീറ്റിംഗും പ്രോഗ്രാമും അറ്റൻഡ് ചെയ്തപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു ബിസിനസ് ആണോ, ഇത്രയും വലിയ സാധ്യതയുള്ള ബിസിനസ് ആണോ എന്നല്ല അവർക്ക് അവിടുന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റി. മനസ്സിലായില്ലേ? ഇതിപ്പോ നമ്മുടെ കേരളത്തിലെ ബിസിനസ് ഒരുപാട് സ്ഥലത്ത് സ്പ്രെഡ് ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ എവിടെയാണ് ഇപ്പൊ പിടിക്കേണ്ടത്, ഏത് ഏരിയ നിങ്ങൾ തെരഞ്ഞെടുത്തോളൂ, അത്രയും വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യിച്ചോളൂ. എനിക്ക് മലപ്പുറമൊക്കെ ഏകദേശം കവറായി കഴിഞ്ഞു ബിസിനസ് ഏരിയ. പിന്നെ കവറാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ. വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക. റോബി സാറിനൊക്കെ ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളാണ് റോബി സാർ ആയിക്കോട്ടെ. അവരും ഈ ബിസിനസ് സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. അവർ ലാസ്റ്റ് മീറ്റിംഗ് സംസാരിച്ചിരുന്നു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഇതിന്റെ സാധ്യതകളും
അതൊക്കെ വളരെ അദ്ദേഹം മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ അവർ ഒരുപാട് ആൾക്കാരെ കണക്റ്റും ചെയ്യുന്നുണ്ട് ബിസിനസ്സിലോട്ട്. മനസ്സിലായില്ലേ? നമ്മളിപ്പോ ബിസിനസ്സിലോട്ട് ആൾക്കാരെ ഒരുപാട് കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആരൊക്കെ നമ്മുടെ കൂടെ ബിസിനസ് ഉണ്ടെന്നൊന്നും നോക്കണ്ട, നമ്മൾ അവസരങ്ങൾ ഷെയർ ചെയ്യുക. അവരൊക്കെ ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള അവരെ ഭാഗ്യമാണ്. ഭാഗ്യമുണ്ട് അവർ കണ്ടിന്യൂ ചെയ്യും, ഇല്ലെങ്കിൽ അവർ കുറച്ച് കഴിയുമ്പോൾ നിർത്തിപ്പോകും. പക്ഷെ ഇവിടെ പേടിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരാൾക്ക് 1 രൂപ കാശ് കൊടുക്കണില്ല, ഞങ്ങൾ കാശ് വാങ്ങുന്നുമില്ല, അത് ഡിപ്പോസിറ്റും കഴിയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് അവരെപ്പം നിർത്തിപ്പോയാലും നമ്മളൊരു ശത്രുവായി മാറില്ല. നമ്മുടെ മനസ്സിലായില്ലേ? നമുക്ക് കാശൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴും അവരെ സംസാരിക്കാനൊന്നും പറ്റൂല. ഒരാളോട് 10,000 രൂപ വാങ്ങി, അത് വാങ്ങും മറ്റൊരാൾക്ക് 10 രൂപ കിട്ടുന്നു. ആ സിസ്റ്റം അല്ലല്ലോ നമ്മളിവിടെ. നമ്മളൊരു ബിസിനസ് സിസ്റ്റം നോക്കും. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ എനിക്ക് ഇപ്പോ ഒരു ടൗൺ, വലിയൊരു ടൗണിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഏകദേശം 10-30,000 രൂപ വാടക കൊടുക്കണം. ഒരു 5-6 സ്റ്റാഫിന് ഒരു നല്ല വരുമാനം ഇത് കൊടുക്കണം, റെന്റ് സോറി പിന്നെ ശമ്പളം കൊടുക്കണം. അവിടെ സംഭാവനക്കാർ വരും, അവർക്ക് കൊടുക്കണം. പിന്നെ ഫണ്ടുകളൊക്കെ കൊടുക്കണം. അതുകൂടാതെ പിന്നെ അതിൽ വർക്ക് പെർമിറ്റ്, വണ്ടിയുടെ പിന്നെ വാഹനം വേണ്ടി വരും, ഒക്കെ അറേഞ്ച് ആക്കണം. ഒരുപാട് ചെലവുണ്ട്. നമ്മുടെ ഈ ബിസിനസ് നോക്കിയേ ഇന്ന് ജോയിൻ ചെയ്ത ആൾക്ക് അടുത്ത 10-ാം തീയതി വരുമാനം വരും. അതായത് അവര് ചെറിയ ബിസിനസ് ചെയ്താൽ പോലും 10 ദിവസം വരുമാനം വരും. പക്ഷെ ഞാൻ പറഞ്ഞ ഈ 50 1 കോടി 50 ലക്ഷം 60 ലക്ഷം മുടക്കിയ ബിസിനസ്സിന് അവർക്ക് ആ മുടക്കിയ ബിസിനസ് കാശ് കിട്ടാൻ വേണ്ടി കുറേ വർഷങ്ങൾ വർക്ക് ചെയ്യണം. എന്നാലും മാത്രം ആ മുടക്കിയത് കിട്ടുള്ളൂ, ലോണൊക്കെ ആയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ലാഭം കിട്ടണമെങ്കിൽ എത്ര വർഷം കഴിയണം? കുറേ വർഷം കഴിയണം. പക്ഷെ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ലാഭത്തിലോട്ടാണ് ചെയ്യുന്നത്. കാരണം കമ്പനി എല്ലായിടത്തും ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും കമ്പനി ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾ പോയി അതിൽ വർക്ക് ചെയ്തു എന്ന് കമ്പനി പറയുന്നുണ്ട്. അപ്പൊ അത്രക്കും അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് പിന്നെ അവിടെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഇരുന്നു കൊണ്ട് ജിനു മേഡത്തിന് യുഎയിൽ ബിസിനസ് ചെയ്യണം. യുഎയിൽ ഓഫീസ് ഉണ്ട്. സാധനം അവർക്ക് നിങ്ങൾ ആരെങ്കിലും ഒരാളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഐഡിയ എടുത്ത് നിങ്ങൾ താഴെ ആയിരിക്കും. അവർ യുഎയിൽ വേണ്ട സാധനങ്ങളോട് വാങ്ങിക്കോളും. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് യുഎയിലായി, ഇവിടെ അവരിവിടെ സ്പ്രെഡ് ചെയ്തോളും. അല്ല കർണാടകത്തിലോ ആണോ, അവിടെ കേരളത്തിലോ, എല്ലായിടത്തും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. എവിടെ ഷോപ്പ് ഇടുന്നില്ല. ഒരു ഷോപ്പ് ഇട്ട ഒരാൾക്ക് ആ ഷോപ്പിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഒരു എവിടെയും പോകാൻ പറ്റാതെ അവിടെ ഇരുന്നുകൊണ്ട് ബിസിനസ് ചെയ്യണം. ആ ഏരിയയിലെ അത്രയും ആൾക്കാരെ വരുള്ളൂ അവിടെ. ഇവിടെ അങ്ങനെയല്ല. ഇപ്പൊ 5100 ആൾക്കാരോ എൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എവിടേക്കുള്ള ആൾക്കാരെ എനിക്കറിയാൻ തോന്നുന്നില്ല. മനസ്സിലായില്ലേ? ഞാൻ ഷോപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ്സിൽ ഇതിന്റെ വളരെ വലിയ എന്താ പറയാ പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ബിസിനസ് എപ്പോഴും സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ ഇപ്പോൾ പുതിയ ആൾ ജോയിൻ ആയിട്ട് പിന്നെ ആൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് അയാൾ മൈൻഡിൽ എപ്പോഴും സ്റ്റോപ്പ് ചെയ്യാമല്ലോ എന്നുള്ള മൈൻഡ് ഉണ്ടാവും. അതുകൊണ്ടാണ് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യാത്തത്. പക്ഷെ നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ ഈ ബിസിനസ്സിൽ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ തിരിച്ചെടുക്കാൻ വേണ്ടി വർക്ക് ചെയ്യാവുന്ന രീതിയിൽ വർക്ക് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റും. ആ ഡ്രീം ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ റീച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പല ആൾക്കാർക്കും കുഴപ്പമില്ല, ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലല്ലോ, നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ എന്നല്ലേ. അങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് മറ്റുള്ളവർ ഷെയർ ചെയ്യാം. ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അവരും നമ്മുടെ അടുത്തുള്ള ആളും കസ്റ്റമറായി വരാൻ ചിലവർ ഇതുപോലെ ബിസിനസ് ആയിട്ട് എടുക്കാം. അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും നല്ല ആൾക്കാരുണ്ട്. ഇപ്പോൾ ജോലിയുള്ളവർ ജോലി നിർത്തി ഒരിക്കലും ചെയ്യേണ്ട, പാർട്ട് ടൈം ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അല്ല ഫുൾ ടൈം ആണെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ചെയ്യാം, കുഴപ്പമില്ല. ജോലി കളഞ്ഞ് ചെയ്യേണ്ട. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഞാനിപ്പോൾ ജോലി സ്റ്റോപ്പ് ചെയ്തിട്ട് ഫുൾ ടൈം ഇതിലോട്ട് പിന്നെ അസോസിയേറ്റ് ആവും. എന്നെ ഇവിടെ നമ്മൾ ചെയ്ത മനോജ് സാർ ഇവിടെ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. പാർട്ട് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. 3-4 വർഷം കഴിയുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നാട്ടിൽ ഫുൾ ടൈം തന്നെ ചെയ്യുന്നുണ്ട്. അതായത് ആളുടെ വരുമാനത്തിന്റെ ശമ്പളത്തിന്റെ നല്ല ലെവൽ അവിടെ എത്തിയിട്ടാകുമ്പോൾ അവൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നാട്ടിൽ തന്നെ സെറ്റിൽ ആയി ഫാമിലിയായിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അവസരങ്ങൾ ഉണ്ടാവാം. മാസത്തേക്ക് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് എന്റെ ബിസിനസ് ആണെന്നുള്ള ഇത് സീരിയസ് ആയിട്ട് കാണുക ഇന്ന് മുതൽ കേട്ടോ. ഇന്ന് മുതൽ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ 7 പേരുണ്ട്, വളരെ സീരിയസ് ആയിട്ട് കാണുക. നമ്മളും കൂടെ ഉണ്ടാവും. വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. പുതിയ ഒരാളുണ്ട്, ഒന്നും സംസാരിച്ചില്ല. ആരാ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് മിനിമേഡാണോ അല്ലേ? മിനിമേഡത്തിൽ നിന്ന് കോൺടാക്ട് ചെയ്യുക. എന്ത് സപ്പോർട്ട് ആണോ അവർ ചെയ്യും. അവർ വളരെ വലിയൊരു പിന്നെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ലീഡറാണ് കേട്ടോ. അപ്പോൾ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും അവര് നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്തെങ്കിലും ഒന്നോ ചെറിയ കാര്യം അറിയാത്തുണ്ടെങ്കിൽ അവര് പറയുന്ന നമ്മളോട് ചോദിച്ചിട്ട് ക്ലിയർ ആക്കി തരും കേട്ടോ. യാതൊരു സംശയമില്ല. അപ്പോ ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. 1 മണിക്കൂറിലധികമായി എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആർക്കും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണെന്ന് ക്ലിയർ ഇട്ടോളൂ. ഞാൻ എന്നിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഇതുപോലുള്ള മീറ്റിങ്ങുകളാണ് നമുക്ക് ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. റോബി സാറേ, അത് ഡൗട്ട് ഉണ്ടോ റോബി സാറേ? റോബി സാർ? ഒരു ഡൗട്ടും ഇല്ല സാറേ, ക്ലിയർ ആണ്. ഓക്കെ സാർ, ഓക്കെ.
ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ അപ്പനായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും കോൺടാക്ട് വെക്കുക കേട്ടോ. നമ്മളിപ്പോ ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ട് പിന്നെ ഇത്ര ടാർഗറ്റ് വെക്കുക, ഇത്രയും കഴിയുമ്പോഴേക്കും നമുക്ക് ഇത്ര വരുമാനത്തിൽ എത്തണമെന്നില്ല. അതിന് വേണ്ടി വർക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഏട് നോക്കിയാൽ നിങ്ങൾ മുമ്പുള്ള ഷോപ്പുകൾ, മെഡിക്കൽ സ്റ്റോറുകൾ, ഹോസ്പിറ്റലുകൾ, അവരൊക്കെ എന്താ ചെയ്യുന്നത്? സെയിൽ തന്നെയാണ്, അവർക്ക് ബിസിനസ്സാണ് ചെയ്യുന്നത് എല്ലാവരും. പക്ഷെ നമ്മുടെ ചെയ്യുന്ന ബിസിനസ്സാണ്. പക്ഷെ പല ആൾക്കാരും ബിസിനസ് സീരിയസ് ആയിട്ട് കാണുന്നില്ല. നമ്മള് എന്താ പറയാ വളരെ വളരെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ സ്ലോ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. വളരെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് നോക്കുക. നല്ലൊരു വരുമാനം എല്ലാവർക്കും എത്താൻ പറ്റും. ഓക്കെ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിഷ് യു വെൽ. താങ്ക്സ്.